Hi friends, this is Joshi. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വീഡിയോ ഏറ്റവും കൂടുതൽ IT ഇൻഡസ്ട്രിയിൽ ഫയർവാൾ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ആവും എന്നുള്ളതാണ് മെയിൻ തിങ്. ഓൾറെഡി ഇതല്ലാതെ തന്നെ വേറെ ടെക്നോളജികൾ ബേസ് ചെയ്ത് ഞാൻ യൂസ് ചെയ്ത ടെക്നോളജികളെല്ലാം ഒന്ന് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇനിയും ഒത്തിരി വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വൺസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ബാലൻസ് ഉള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക. അതിലെന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാത്തിനും വോയിസ് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് അതിലൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ അതുപോലെ തന്നെ വീഡിയോസും ക്ലിയർ അല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസും ഓഡിയോസും എല്ലാം ഞാനിത് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടനുബന്ധിച്ച് തന്നെ അതിൽ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നോട്ടിഫിക്കേഷൻസ് IT റിലേറ്റഡ് പുതിയ നോട്ടിഫിക്കേഷൻസ് ബേസ് ചെയ്തത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ്. ഇന്നത്തെ ടോപ്പിക് ഫയർവാൾ. എന്താണ് ഫയർവാൾ? യൂട്യൂബിലായാലും കൊണ്ട് ഒത്തിരി വീഡിയോസ് വേണം. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഫയർവാൾ എന്തെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ രീതിയിലായിരിക്കും ഒരു ഫയർവാൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഫയർവാൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബ്ലോക്കിംഗ് എന്നാണ് എൻ്റെ മീൻസ് ഒരു വാൾ എതിർവശത്ത് നിന്ന് വരുന്ന വൈറസ്, സ്പാം, അതുപോലെ തന്നെ ടോർജൻ റിലേറ്റഡ് ഹാക്കിംഗ് ബേസ് ചെയ്ത് വരുന്ന ഹിറ്റ്, അതിനെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫയർവാൾ എന്നുള്ള കൺസെപ്റ്റ്. ആ ഫയർവാൾ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മളൊന്ന് പോർട്ട് ബേസ് ചെയ്തോ ഇല്ലെങ്കിൽ ഡൊമൈൻ ബേസ് ചെയ്തോ ഒരു പർട്ടിക്കുലർ IP ബേസ് ചെയ്തോ ഈ ഒരു റേഞ്ച് ഓഫ് IPs ഒന്നും അലോ ചെയ്യരുത്. അതുപോലെ തന്നെ എൻ്റെ നെറ്റ്വർക്കിലുള്ളവർക്ക് മാത്രമേ ഈ നെറ്റ്വർക്ക് ആക്സസ് ആവാവൂ. മറ്റ് ഏത് IP റേഞ്ചിൽ വന്നാൽ കൂടെ തന്നെ ബ്ലോക്ക് ചെയ്യണം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാം ഒന്ന് നമ്മൾ ഫയർവാളിൻ്റെ റൂൾസ് ബേസ് ചെയ്താണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. വേൾഡ് വൈഡിൽ ഒത്തിരി ഫയർവാൾസ് ഉണ്ട്. ഫയർവാൾ ലോഡ് ബാലൻസിങ് ബേസ് ചെയ്തുള്ളതിന് ഒത്തിരി ഉണ്ട്. CCSA എന്നുള്ള കൺസെപ്റ്റിൽ CCSE എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്ന കൂടെ തന്നെ ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നൊരു ഫയർവാളുണ്ട്, സോണിക് ഫയർവാളുണ്ട്, സോഫേഴ്സ്, അതുപോലെ തന്നെ സിസ്കോ ഒരു ഫയർവാളുണ്ട്, ASA. ഈ ഫയർവാളും ആൻറ്റിവൈറസുമായിട്ടുള്ള ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഫയർവാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗേറ്റ് വേ ബ്ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഇൻസ്പെക്റ്റ് ചെയ്യും, ടോട്ടൽ നമ്മൾ ഇൻ ആൻഡ് ഔട്ട് ഇൻസ്പെക്റ്റ് ചെയ്യും, ഈച്ച് ആൻഡ് എവറി IPs. അതുപോലെ തന്നെ TCP/IP, HTTPS, SSL ബേസ് ചെയ്തുള്ള സെക്യൂർ ബേസ് ചെയ്തുള്ള സോക്കറ്റ് റിലേറ്റഡ്, പിന്നെ അതുപോലെ തന്നെ മറ്റനുബന്ധിച്ചുള്ള ഹിറ്റെല്ലാം ഒന്ന് ട്രേസ് ഔട്ട് ചെയ്ത് അത് ചെക്ക് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്ക് അലോ ചെയ്യാൻ പറ്റുന്നതിന് മാത്രമായിരിക്കും അതൊന്ന് ഉള്ളിൽ അലോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് സോണിക് ഫയർവാൾ എന്നുള്ളൊരു ഡിവൈസാണ്. ഈ സോണിക് ഫയർവാൾ എന്നുള്ള ഡിവൈസ് ഡെൽ റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഹാർഡ്വെയർ അത് ഫുള്ള് ഡെല്ലി ബേസ് ചെയ്താണ് വരുന്നത്. ഒത്തിരി ഫ്രണ്ട്ലിയാണ്. ഞാനതിൻ്റെ ഓൾഡ് വെർഷൻസ് T110, അതേപോലെ തന്നെ 120, അതുപോലെ ചെറിയ ഡിവൈസൊക്കെ ഉണ്ട് സോണിക് ഫയർവാൾ. ഇപ്പോൾ വരുന്ന സോണിക് ഫയർവാൾ എന്നുള്ള ഡിവൈസസ് NSA ടൈപ്പ്. NSA മീൻസ് നമ്പർ ഓഫ് നമുക്കൊന്ന് ലീസ് ലൈൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ക് പ്രൊവൈഡേഴ്സിനെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള
ഫയർവാളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് സോണിക് ഫയർവാൾ. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ലെവലിൽ വർക്ക് ചെയ്യുന്ന ആരായിരുന്നാലും അവർക്ക് ബേസിക് കോൺഫിഗറേഷൻസ്, ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കോൺഫിഗറേഷൻ്റെ ഒരു സ്ട്രക്ചർ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു ഫയർവാളിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു ഫയർവാളായാലും കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെ ബേസിക് ഒന്ന് അതിൻ്റെ ഒരേ ആർക്കിടെക്റ്റ് ആയിരിക്കും. ഈ ഒരേ ആർക്കിടെക്റ്റിൽ വരുമ്പോൾ അതിൻ്റെ റൂൾസിന് മാത്രമായിരിക്കും ചേഞ്ചസ്. പിന്നെ അതിൻ്റെ വന്ന് ഡാഷ്ബോർഡിൻ്റെ ചേഞ്ചസ് കാണും, നാറ്റിങ്ങും ബേസ് ചെയ്തുള്ള ചേഞ്ചസ് കാണും. ഒരു സോണിക് ഫയർവാൾ എന്നുള്ളൊരു ഡിവൈസ് നിങ്ങളുടെ കമ്പനിയിൽ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് എങ്ങനെയാണ് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ ആയിട്ടായിരിക്കും ചെയ്യേണ്ടത്. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഇതൊന്ന് പറഞ്ഞുതരാം. ബേസിക് ഇൻസ്റ്റാളേഷൻ. ഇതിൽ മെയിനായിട്ട് വരുന്നതിന് ഒരു ഫയർവാൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൽ എത്ര പോർട്ടുണ്ട്, ലീസ് ലൈൻ എത്ര പോർട്ടുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പോർട്ട് എത്രയുണ്ട്, റെഡൻഡൻസി ബേസ് ചെയ്തുള്ള കണക്റ്റേഴ്സ് എത്രയുണ്ട്, അതെല്ലാം നമ്മൾ ഫസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഓരോ ലീസ് ലൈനും നമ്മളൊന്ന് ഓരോ പോർട്ട് ബേസ് ചെയ്തായിരിക്കും നമ്മളൊന്ന് അപ്പ് ചെയ്യുന്നത്. ബേസിക് ഇൻസ്റ്റാളേഷനിൽ വരുമ്പോൾ തന്നെ അത് ടോട്ടലായിട്ട് അതിലൊരു ഡീഫോൾട്ട് IP ബേസ് ചെയ്തായിരിക്കും ഏതൊരു ഫയർവാൾ കമ്പനിയും ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെയാണ് സോണിക് ഫയർവാൾ. സോണിക് ഫയർവാൾ വന്ന് അത് അതിൻ്റേതായ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഡീഫോൾട്ട് IP ബേസ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. വൺസ് നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ബുക്ക്ലെറ്റ് വരും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൺസോൾ കേബിൾ വരും. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീഫോൾട്ട് IPയിൽ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത്. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ മാനേജ്മെൻറ്റ് പോർട്ടിൽ ഒരു ലാപ്ടോപ്പ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് അത് DHCP ആയിട്ടോ ലാപ്ടോപ്പിൻ്റെ IP എന്ന് DHCP ആയിട്ട് മാറ്റി നമുക്കതിനെ കോൺഫിഗർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒന്ന് ബേസിക് ആയിട്ടുള്ള ഡീഫോൾട്ട് IP ഒന്ന് 192.168.168.168 എന്നുള്ള IP ഉണ്ട്. ഇതിന് മുമ്പെയൊക്കെ സ്റ്റാർട്ടിങ്ങൊക്കെ 1.1 എന്നും 1.10 എന്നും ഇതുപോലെയൊക്കെ ഓരോരോ IP ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡായിട്ടായിരിക്കും അവർ IP ഇപ്പോൾ കൊടുക്കുന്നത്. ഒരേ IP ബേസ് ചെയ്ത് തന്നെ അതിൻ്റെ ബേസിക് കോൺഫിഗറേഷൻസ് കൊടുക്കുന്നു. നമ്മൾ വൺസ് ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊന്ന് അതിൻ്റെ പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കണക്ട് ചെയ്യുക. നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുക. അതിൻ്റെ ഡീഫോൾട്ട് IP ബേസ് ചെയ്ത് തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്ന് യൂസർ നെയിം ഒന്ന് അഡ്മിൻ, പാസ്വേഡ് എന്നുള്ള ഡീഫോൾട്ട് പാസ്വേഡ് ഓഫ് സോണിക് ഫയർവാളിൻ്റെത് പാസ്വേഡ് എന്നാണ് ഫസ്റ്റത്തെ വരുന്നത്. പാസ്വേഡ് എന്നായിരിക്കും അത് കൊടുത്തേക്കുന്നത്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺഫിഗറേഷൻ, ബേസിക് കോൺഫിഗറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തുള്ള ലൈസൻസ്, ഫേംവെയർ ലൈസൻസ്, ഏതിനൊക്കെയാണ് നമുക്ക് ലൈസൻസ് ഉള്ളത്, ഏതിനൊക്കെയാണ് ഫേംവെയർ ഉള്ളത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഒന്ന് നമ്മൾ ഫസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ബാക്കിയുള്ള വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിലെ ലൈസൻസ് ഒന്ന് ഒത്തിരി ഒന്ന് നമുക്കിതൊന്ന് എല്ലാം ഒന്ന് ബ്ലാങ്ക് ആയിരിക്കും. കാര്യം ഇത് അതിലുള്ള ഒന്നും നമ്മളൊന്ന് ലൈസൻസ് ഒന്ന് ആക്റ്റീവ് ചെയ്യാതിരിക്കുന്ന കാരണവശാൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് നമുക്കുള്ള ലൈസൻസ് കീ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ സെക്കൻഡ് ഒന്ന് അതിൻ്റെ ലേറ്റസ്റ്റ് ഫേംവെയർ, ഹാർഡ്വെയറിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യണം. ഇത് രണ്ടും ഫസ്റ്റത്തെ പ്രൊസീജിയർ. ഇപ്പോൾ നമ്മളൊരു വെണ്ടർ ബേസ് ചെയ്താണ് സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെണ്ടർ വന്ന് നമുക്കൊന്ന് ഫേംവെയർ, ലൈസൻസ് ഫസ്റ്റ് ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്യും. ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ മൂന്നാമത്തെ ഇത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
ഡയറക്റ്റ് അവർക്കൊന്ന് ബാക്ക് എൻഡിൽ നിന്ന് ലോഗിൻ ചെയ്യുന്ന തരത്തിലുള്ള കോൺഫിഗറേഷൻ ഇനേബിൾ ചെയ്യും. നമുക്ക് എപ്പോഴും അവരെ സപ്പോർട്ട് വന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ബാക്ക് എൻഡിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് വന്ന് ഇപ്പോൾ ഒരു ഇഷ്യൂ റിലേറ്റഡ് അല്ലെങ്കിൽ ലൈസൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് അപ്ഡേറ്റ് ആയിട്ടില്ല, റോങ് ആയിട്ട് കാണിക്കുന്നു, ഇതുപോലത്തെ ഒരു സിനാരിയോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ സോണിക് ഫയർവാളിൽ ടിക്കറ്റ് റേസ് ചെയ്യാം. ടിക്കറ്റ് റേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ കുറച്ച് ഡീറ്റെയിൽ നമ്മൾക്കായിരിക്കും ചോദിക്കുന്നത്. ഒന്ന് നമ്മുടെ ഡിവൈസിൻ്റെ മോഡൽ നമ്പർ വിത്ത് സീരിയൽ നമ്പർ, പിന്നെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മളൊന്ന് ലീസ് ലൈൻ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എല്ലാം ഒന്ന് കൺഫർമേഷൻ ചോദിക്കും. നമുക്കുള്ള ലോഗിൻ മൈ സോണിക് വാൾ എന്ന് പറയുന്ന നമുക്കുള്ള സെപ്പറേറ്റ് ലോഗിൻ ക്രെഡൻഷ്യലിൽ അവർ ഡയറക്റ്റായിട്ട് നമുക്കുള്ള സീരിയൽ നമ്പറിലുള്ള ലൈസൻസ് കീ അവർക്ക് ഡയറക്റ്റായിട്ട് ബാക്ക് എൻഡിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മളൊന്ന് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ മിനിമം വന്ന് ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെയൊക്കെ ആയിരിക്കും നമുക്ക് ലൈസൻസിൻ്റെ ഇതൊന്ന് ആക്ടിവേറ്റ് ആയതായിട്ട് നമുക്കതിൽ കാണിക്കും. അത് ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഇതൊന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്യുന്നുണ്ട്, ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്ത് ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൽ മാനേജ്മെൻറ്റ് IP ആയിരിക്കും. ഓൾറെഡി ഡീഫോൾട്ട് മാനേജ്മെൻറ്റ് IP ആയിരിക്കും. ആ ഡീഫോൾട്ട് മാനേജ്മെൻറ്റ് IP ഒന്ന് നമ്മുടെ നെറ്റ്വർക്കിലുള്ള IP-ലേക്കായിരിക്കും ചേഞ്ച് ചെയ്യണത്. നമ്മുടെ നെറ്റ്വർക്കിലുള്ള IP-യിൽ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള റൂൾസ് നാറ്റിങ് പിന്നെ അതിൻ്റെ ആൻറ്റിവൈറസ് എല്ലാം ഒന്ന് ഇനേബിൾ ആണോ നോക്കുക, ആൻറ്റി സ്പേം ഇനേബിൾ ആണോ നോക്കുക, പിന്നെ SSL പിന്നെ HTTPS HTTP ഇതെല്ലാം ഒന്ന് ത്രെഡ്സ് ബേസ് ചെയ്തുള്ള എല്ലാം ഒന്ന് ഇനേബിൾ ആയിരിക്കുന്നുണ്ടോ നോക്കുക. അത് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മളൊന്ന് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് പാസ്വേഡ് നിങ്ങൾ ആ ഡീഫോൾട്ട് പാസ്വേഡ് എന്നുള്ള ഒരു പാസ്വേഡിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് @shift1 shift2 shift3 ഇല്ലെങ്കിൽ ഏതെങ്കിലും നെയിം പ്ലസ് നമ്പർ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡിൽ സെറ്റ് ചെയ്തിരിക്കണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിൽ വന്നതിന് ശേഷമായിരിക്കണം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡീഫോൾട്ട് പാസ്വേഡിൽ ഇരിക്കുന്ന ടൈമിൽ ആസ് യൂഷ്വൽ ഒരു ഹാക്കറിന് ഈസി ആയിട്ട് ഒരു സോണിക് ഫയർവാളിൽ ഏതൊരു ഫയർവാൾ ആയാലും കൂടെ തന്നെ ഡീഫോൾട്ട് പാസ്വേഡിലിരുന്ന് തീർച്ചയായിട്ടും അവർക്കൊന്ന് ഉള്ളിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും അതിലുണ്ട്. ഫസ്റ്റ് ടൈം പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. പാസ്വേഡ് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, ഈ സോണിക് ഫയർവാളിൻ്റെ അകത്ത് ഏതൊക്കെ ഫീച്ചറാണ് മെയിനായിട്ടുള്ളത്, അങ്ങനെയെല്ലാം ചെയ്യാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ഞാനിപ്പോൾ ഒന്ന് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എപ്പോഴായാലും കൂടെ തന്നെ ഒരു ഫയർവാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൈ സോണിക് ഫയർവാൾ അതിൽ നമുക്കുള്ള ലോഗിൻ ക്രെഡൻഷ്യൽ എന്നുള്ള mysonic.com എന്നുള്ള URL പോയിട്ട് വേണം നമ്മൾ ലോഗിൻ വന്ന് ചെയ്യേണ്ടത്. മീൻസ് നമ്മുടെ ഡിവൈസ് ഒന്ന് അവിടെ വന്ന് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ കമ്പനിയുടെ നെയിമിലാണോ ആ ഡിവൈസ് ഉള്ളത് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഫേംവെയർ പുതിയ അപ്ഡേറ്റ്സ് പാച്ചസ് ഇതെല്ലാം ഒന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് നെറ്റിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഡിവൈസിൽ നിന്ന് മൈ സോണിക് വാൾ ഡയറക്റ്റ് ലോഗിൻ ഉണ്ട്. ആ ഡയറക്റ്റ് ലോഗിൻ ത്രൂ ആയിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷൻ കാണിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് വേറൊരു സെക്ഷൻ. പക്ഷേ മെയിൻ എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സോണിക് വാളിൽ ലോഗിൻ ചെയ്താണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ്.
പഴയ മോഡലിനും പുതിയ മോഡലിനും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. പഴയ മോഡലിന് എന്ന് പറഞ്ഞാൽ ടാഗിംഗ് എന്നുള്ള കൺസെപ്റ്റ് പഴയ മോഡലിന് ഇല്ല. അതുപോലെ തന്നെ ഇത്ര യൂസർ ബേസ് ചെയ്തായിരിക്കും ആ പഴയ മോഡലിന് കൊടുത്തിട്ടുള്ള ഒരു 50 യൂസറിൽ 100 യൂസറിന് താഴെ വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ പോളിസീസൊക്കെ വർക്കാവും. അവർ കൊടുത്തേക്കുന്ന യൂസർ ലെവലിനെക്കാട്ടി കൂടുതൽ വരുമ്പോഴായിരിക്കും പോളിസീസ്, നമ്മൾ കൊടുക്കുന്ന പോളിസീസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആകത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒന്ന് ഒരു സൈറ്റ് ഒന്ന് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർക്ക് ആ ഒരു സൈറ്റ് അവർക്ക് വർക്കാവുന്നുണ്ട്. മീൻസ് ആ ഒരു പോളിസി പ്രോപ്പറായിട്ട് ബാക്ക് എൻഡിൽ വർക്കാവാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നത്. അതുകൊണ്ട് ആ ടൈമിൽ നമ്മൾ അതിൻ്റെ യൂസർ കൗണ്ട്, എത്ര യൂസർ ലെവൽ ബേസ് ചെയ്തുള്ള ഇതെല്ലാം ചെക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് പോളിസി അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യുക. പാച്ചസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആ പാച്ചസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുക. മാക്സിമം നിറയെ നെറ്റ്വർക്കും നിറയെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാതെ തന്നെ അതിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കൗണ്ട് കുറച്ച് ഗ്രൂപ്പിംഗ് ചെയ്ത് ചെയ്യുന്ന കണക്കായിട്ടാണ് ഇപ്പോൾ വരുന്നേക്കുന്ന എല്ലാ NSA മോഡലും. ഏതൊരു ഫയർവാൾ ആയാലും കൂടി തന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ വരുന്ന എല്ലാ ഫയർവാൾസും ടാഗിങ് ബേസ് ചെയ്താണ് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? ഒന്ന്, നിങ്ങളതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓവർവ്യൂ കാണും. ആ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലുള്ള ഓവർവ്യൂ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലൊന്ന് എന്തൊക്കെ ഫീച്ചേഴ്സ്, ഡാഷ്ബോർഡ് ഉണ്ട്, പിന്നെ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്. സോണിക് ഫയർവാൾ എന്നുള്ള ആ ലോഗിൻ്റെ അകത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഡെമോ വെർഷൻസ് ഉണ്ട്. ഡെമോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് ഡെമോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയും പിന്നെ അതുപോലെ തന്നെ കോൺഫിഗർ ചെയ്യുന്നത് പോലത്തെ എല്ലാ മോഡലും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ സ്വന്തമായി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോണിക് ഫയർവാളിൻ്റെ ഡെമോയിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ലൈവിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ഡെമോയിൽ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് വ്യൂ ബേസ് ചെയ്ത് ഓവർ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡ്, പിന്നെ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്, റിപ്പോർട്ട്, ടൂൾസ്, പിന്നെ സെറ്റിങ്സ്, സർവീസസ്, പിന്നെ അവരുടെ ഓർഡേഴ്സ്, കാറ്റലോഗ്സ്, പിന്നെ അതിൽ തന്നെ ഒത്തിരി അതിൽ ഡൗൺലോഡ്സ് അതിൻ്റെ ഒരു സെക്ഷനാണ്. പിന്നെ മൈ ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ സപ്പോർട്ട്, ഇങ്ങനെ ഓരോരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഗോ ത്രൂ ചെയ്യുക. പുതിയ ഫീച്ചേഴ്സ്, ഹാക്കിംഗ് റിലേറ്റഡ്, ലേറ്റസ്റ്റ് ഇപ്പോൾ നിൽക്കുന്ന ടോർഷൻ അത് റിലേറ്റഡ്, റാൻസം ആൻറ്റിവൈറസ് റിലേറ്റഡ്, അതുപോലത്തെ ഒത്തിരി ന്യൂ ഫീച്ചേഴ്സിനെ ബ്ലോക്കിംഗ് ബേസ് ചെയ്തുള്ള എല്ലാ ഡീറ്റെയിലും വന്ന് ഇവർ ഫ്രണ്ട് പേജിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ തരത്തിലെ മോഡൽ, അതിൻ്റെ ഹോമിൽ പോകുമ്പോൾ തന്നെ അതിലൊന്ന് മോഡൽസ് ഉണ്ട്, പിന്നെ മീഡിയാസ്, പിന്നെ പുതിയ ജനറേഷൻസ്, ആ പുതിയ ജനറേഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ ഡിവൈസസ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഡിവൈസ് ഏതൊക്കെ തരത്തിലുള്ള ഡിവൈസാണ്. NSA മോഡലായിരിക്കും, അതിൻ്റെ പോർട്ടിന് ഡിഫറെൻ്റ് കാണും, ഒത്തിരി പോർട്ടുകൾ കാണും, ചിലതിൽ നിന്ന് പോർട്ട് കുറവായിരിക്കും. പിന്നെ അതിൽ നിന്ന് വൈഫൈ ബേസ് ചെയ്തതുണ്ട്, ആക്സസ് പോയിൻ്റ് ബേസ് ചെയ്തതുണ്ട്. ഡിവൈസിൻ്റെ മോഡലും അതിൻ്റെ നമ്പറും പിന്നെ ആ ഓരോരോ സീരീസ് ബേസ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കൂടെ മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്, പിന്നെ റിമോട്ട് ആക്സസ്, റിമോട്ടിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതാണ്. പിന്നെ ഇമെയിൽ ബേസ് ചെയ്തുള്ള ഇമെയിൽ സെക്യൂരിറ്റി, ഫുൾ ഒന്ന് സ്പാം, അതിന് ബ്ലോക്കിങ്, പിന്നെ ഇമെയിൽ ഒന്ന് ഫുള്ളായിട്ട് ഇൻ ആൻഡ് ഔട്ട് ഇമെയിൽ ഫുള്ളായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫയർവാളും സോണിക് ഫയർവാളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒന്ന് ഒത്തിരി അതിൻ്റെ ഫയർവാൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഫിസിക്കൽ ഹാർഡ്വെയർ ബേസ് ചെയ്തുള്ള ഫയർവാൾ പർച്ചേസ് ചെയ്യുമ്പോൾ മോർ ദാൻ ഒരു 3 to 4 lakhs മേളിൽ പോവും. കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ 2 lakhs, നിറയതെല്ലാം വന്ന് കുറേ ഹയർ എൻഡിലൊക്കെ പോകുമ്പോൾ 7 lakhs 8 lakhs ഒക്കെയാണ് പോകുമ്പോൾ. NSA മോഡലൊക്കെ ചെയ്യുമ്പോൾ 8 lakhs ആ ഒരു അതിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കൂടും തോറും അതിൻ്റെ റേറ്റും ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫിസിക്കൽ ഡിവൈസ് വന്ന് മേടിക്കുന്നതിന് ഇത്രയും റേറ്റൊക്കെ വന്നപ്പോൾ മറ്റ് കമ്പനീസ്, മറ്റ് ഫയർവാൾ കമ്പനീസ് എന്താണ് ചെയ്തത്, അവരതിനെ VM റിലേറ്റഡ്, വിർച്വൽ മെഷീൻ റിലേറ്റഡ് ആയിട്ട് തന്നെ ആ ഒരു ഫയർവാളിനെ കോൺഫിഗർ ചെയ്യുന്ന തരത്തിലൊന്ന് ക്ലൗഡിൽ വരെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ അതിൻ്റെ ഒരു VM ക്രിയേറ്റ് ചെയ്യാം. ആ VMൽ ഡയറക്റ്റായിട്ട് തന്നെ ഫയർവാളിൻ്റെ ബേസ് ഫുള്ളായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ കോൺഫിഗർ ചെയ്ത് ലൈസൻസ് കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഫിസിക്കൽ ഡിവൈസ് വാങ്ങിച്ച് വെക്കുന്ന അതേ ഒരു ഫീച്ചേഴ്സ് എല്ലാം വിർച്വൽ മെഷീനിലും കിട്ടും. പിന്നെ ഇതിൽ ഒന്ന് ലൈവ് ഡെമോ, ഇതിൽ ഞാൻ ലൈവ് ഡെമോ വന്ന്
ചെയ്യേണ്ട ആ ഒരു URL അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലൈവ് ഡെമോ വന്ന് സോണിക് ഫയർവാളിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിലോ ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തേക്കുന്ന URL നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ സോണിക് വാൾ ലൈവ് ഡെമോ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാണിച്ചിരിക്കുന്ന താഴെ കാണിച്ചിരിക്കുന്ന മോഡലും ഇതല്ലാതെ തന്നെ ഒത്തിരി മോഡൽസ് അതിലുണ്ട്. ആ ഓരോ മോഡലിൽ ക്ലിക്ക് ചെയ്ത് ലൈവ് ഡെമോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് വരും. ആ ഇൻ്റർഫേസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, ഏതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതെല്ലാം നോൺ കോൺഫിഗർ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിലൊക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ഇതേപോലെയാണ് വരുന്നത് എന്ന് കാണിക്കത്തില്ല. സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് സേവ് ആവത്തില്ല. ജസ്റ്റ് സേവ് ആവുന്നത് പോലെ കാണിക്കും, പക്ഷേ കോൺഫിഗർ ആവത്തില്ല. കോൺഫിഗർ ചെയ്യാൻ പറ്റാത്തൊരു മോഡലായിരിക്കും നിങ്ങൾക്കതിൽ ഡെമോയിൽ തരുന്നത്. നമ്മൾ അതിൽ കാണിക്കുന്ന എല്ലാ മോഡലിൻ്റെ ഡെമോ നമ്മളൊന്ന് ഓരോന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഫ്രണ്ട്ലി ആയിരിക്കും ഈ സോണിക് ഫയർവാൾ എന്ന് പറയുന്നത്. മറ്റ് ഫയർവാളും സോണിക് ഫയർവാളിൻ്റെയും വ്യത്യാസം ഇത് ടോട്ടലി ഫുള്ളൊരു ഗ്രാഫിക്കലായിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ CCSAയിലും ചെക്ക് പോയിൻ്റ് ലേറ്റസ്റ്റ് മോഡലിൽ വരുന്ന ചെക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതും കൺസോൾ ബേസ് ചെയ്താണ്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. വേൾഡ് വൈഡിൽ ഒന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുന്ന പാലോ ആൾട്ടോ ചെക്ക് പോയിൻ്റൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രിഫറൻസ് അതൊക്കെയാണ്. തേർഡ് ഒന്ന് സിസ്കോയൊക്കെയാണ് വരുന്നത്. സോണിക് ഫയർവാളൊന്നും അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നാൽ കൂടെ തന്നെ അതിന് കൂടെ തന്നെ മത്സരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫയർവാളാണ് സോണിക് ഫയർവാൾ. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽസ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് NSA ബേസ് ചെയ്തുള്ള മോഡലാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതിൽ ഇപ്പോൾ വരുന്ന മോഡൽസ് ഒന്ന് നെറ്റ്വർക്ക് സെക്യൂരിറ്റി അപ്ലയൻസ് ബേസ് ചെയ്തുള്ള 9650 എന്നുള്ള മോഡൽസ്. പിന്നെ അതിൻ്റെ ലൈവ് ഡെമോസ് ഉണ്ട്, ലൈവ് ഡെമോസ് ഉണ്ട്. അതൊന്ന് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് ഉള്ളത്. പിന്നെ വയർലെസ് ബേസ് ചെയ്തുള്ള അതുണ്ട്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ജനറേഷൻ, പുതു ജനറേഷൻ്റെ ഇതിൽ ഞാൻ കൊടുത്തേക്കുന്ന എല്ലാം വന്ന് ന്യൂ ജനറേഷൻസാണ്. ഇതിൽ കാണിക്കുന്ന പോർട്ടുകളെല്ലാം വന്ന് ഒത്തിരി നമുക്ക് ലീസ് ലൈൻസ് എല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. മാനേജ്മെൻറ്റും സെപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ തന്നെ പോർട്ട് വന്ന് ഫസ്റ്റും സെക്കൻഡും എന്നുള്ള തരത്തിൽ അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ USB ബേസ് ചെയ്ത് നമ്മൾ പെൻഡ്രൈവ് ബേസ് ചെയ്ത് ബാക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഓരോരോ ഫീച്ചേഴ്സ് ഇതിലെല്ലാം സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ NSAയുടെ മോഡൽ ബേസ് ചെയ്ത് തന്നെ NSA 3650, പിന്നെ 4650, 9650 ഉണ്ട് മോഡല്, പിന്നെ 2650. ഞാനിതിൽ ഒന്ന് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ ഒന്ന് 2650, TZ600, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻസും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഒന്ന് TZ600 എക്സാമ്പിൾ തന്നെ ഈ 26500 വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് എൻഡിലായിരിക്കും അതിൻ്റെ പോർട്ടെല്ലാം വരുന്നത്. അപ്പോൾ ഓരോ മോഡൽ മാറും തോറും അതിൻ്റെ പോർട്ടിൻ്റെ ഡിഫറൻസും അവർ ചെയ്തിട്ടുണ്ട്. കാര്യം ഫ്രണ്ടിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വേറെ മോഡലൊക്കെ പോകുമ്പോൾ അതിൽ ഒന്ന് ഫ്രണ്ട് എൻഡിൽ കാണത്തില്ല, ബാക്ക് എൻഡിൽ മാത്രമായിരിക്കും പോർട്ട് കൊടുത്തിട്ടുള്ളത്. ആ പോർട്ട് ഡീറ്റെയിൽ എല്ലാം കൊടുത്തത്. ചില ഇതിലൊന്ന് വൈഫൈ ബേസ് ചെയ്തെല്ലാം ഉണ്ട്, വയർലെസ്സിൻ്റെ ഇതിൽ അതിൽ ആക്സസ് പോയിൻറ്റും കൂടി ചേർന്നാണ് വരുന്നത്. പിന്നെ അത് പിന്നെ വിർച്വൽ ഫയർവാൾ റിലേറ്റഡ് അത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഫയർവാളിൻ്റെ മോഡൽസൊക്കെയാണ് ഞാനിതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇതിൽ ചെക്ക് പോയിൻറ്റിൻ്റെ ഇല്ല, കാര്യം ചെക്ക് പോയിൻറ്റിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെക്ക് പോയിൻ്റ് അതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സോണിക് ഫയർവാളിൽ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ലൈവായിട്ടുള്ള ഡെമോ, ഒരു എക്സാമ്പിൾ തന്നെ 9650 എന്നുള്ള അതിൻ്റെ ഒരു ഡെമോ ഒന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെന്താണുള്ളത്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ഓരോ പുതിയ ജനറേഷൻ വരുമ്പോൾ അതിൻ്റെ ഡെമോയ്ക്ക് അകത്ത് എന്താണുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ലൈവ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റേതായുള്ള രീതിയിൽ എല്ലാ ഡീറ്റെയിലും അതിൻ്റെ അകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം വന്ന് ലൈവ് ഡെമോ ബേസ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഇപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് പറയുന്നത് മാത്രം ഞാനിപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്തതിന് ഇതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, ആ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വന്ന് ഡെമോയാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. ആർക്കും ആണെങ്കിലും ഡെമോ ലോഗിൻ ചെയ്തത്. ഇതിൽ ഞാൻ 9650 എന്നുള്ള ഡൊമൈനിൽ ലോഗിൻ ചെയ്ത്
ഇതാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സോണിക് ഫയർവാളിൻ്റെ അപ്പിയറൻസ്, ഗ്രാഫിക്കൽ ബേസ് ചെയ്ത് വരുന്നത്. ഈ ഗ്രാഫിക്കൽ ബേസ് ചെയ്ത് വരുമ്പോൾ ഡാഷ്ബോർഡ്, പിന്നെ പ്രൊട്ടക്ഷൻസ്, പിന്നെ ഓവർവ്യൂ, ലൈവ് മോണിറ്ററിങ്, ഈ സൈഡ് ബാറിൽ വരുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മോണിറ്ററിങ്, ഇൻവെസ്റ്റിഗേറ്റ്, പിന്നെ മാനേജ്, പിന്നെ പ്രോഡക്റ്റ് ഹെഡ്ജ്, പിന്നെ ഹൗ ടു ബൈ, ഈ സപ്പോർട്ട്, കോണ്ടാക്റ്റ്, ഓൾ ഡെമോസ്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഡെമോ ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. ഒറിജിനലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും കാണത്തില്ല. ഡയറക്റ്റായിട്ട് നമ്മളൊന്ന് സോണിക് ഫയർവാളായിരിക്കും ലോഗിൻ ആവുന്നത്. ഇതിൽ ഡാഷ്ബോർഡിൽ എന്തൊക്കെയാണ് വരുന്നത്, പിന്നെ അതിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിലെ മോഡ് എന്ന് പറഞ്ഞാൽ നോൺ കോൺഫിഗർ മോഡായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, മീൻസ് ഡെമോ ആയിട്ട് നമുക്ക് കൂടുതൽ കോൺഫിഗറേഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ഡാഷ്ബോർഡിൽ എന്തൊക്കെയാണ് വന്നത്, അതിൻ്റെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മൾട്ടി കോർ, പിന്നെ കണക്ഷൻസ്, ടോട്ടൽ ബാൻഡ് വിത്ത് എത്രയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് നമുക്കൊന്ന് ലീസ് ലൈനാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് MBPS ബേസ് ചെയ്തായിരിക്കും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് 100 MBPS, അതുപോലെ തന്നെ 1000 ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്രയാണ് ത്രെഡ് എല്ലാം വന്ന് ബ്ലോക്ക്, എത്ര ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ത്രെഡ്സ് എത്രയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആൻറ്റി സ്പൈവെയർ, IP ചെക്കിങ്, പിന്നെ ആൻറ്റി ബേസ് ചെയ്തുള്ള തന്നെ സ്പൈവെയറും ഉണ്ട്, പിന്നെ ആൻറ്റി സ്പം ബേസ് ചെയ്തുള്ളതും ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഗേറ്റ് വേ ഒക്കെയുള്ള ഫയർവാൾസ്, ഗേറ്റ് വേക്കുള്ള ആൻറ്റി വൈറസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ഇൻസ്പെക്ട് ചെയ്യുന്ന സെക്ഷൻസ്. പിന്നെ അതുപോലെ തന്നെ അതിൽ ടോപ്പായിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് പോയിട്ട് അത് ചെക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സ്കൈപ്പ് ഉണ്ട്, ഇതൊക്കെ എക്സാമ്പിളാണ്. പിന്നെ ബിറ്റോറുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്, ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് നമ്മളൊന്ന് അത് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ആക്സസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഗൂഗിളിൽ ഒത്തിരി ഓപ്ഷനിലൊക്കെ നിറയെ പേര് ലോഗിൻ ചെയ്ത് പോകുമ്പോൾ അതെല്ലാം അവിടെയൊക്കെ വരുമ്പോൾ ഹിറ്റ് ഒത്തിരി വരുന്നുണ്ട്. ആ ഹിറ്റിലൊന്ന് ഈ ആൻറ്റി സ്പാം, ടോർജൻ, ഇതൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത്. ആ ഒരു സെക്ഷൻസ് എല്ലാം ഒന്ന് നമുക്ക് ഇത് ഫുള്ള് ഈ വിൻഡോയിൽ തന്നെ കാണിക്കും. പിന്നെ അതിൻ്റെ ട്രാഫിക്, ആ ട്രാഫിക്കിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഇപ്പോൾ ഒന്ന് ബാൻഡ് വിത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഫിലിം ഡൗൺലോഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അതിൽ നിന്ന് യൂട്യൂബ്, ഇല്ലെങ്കിൽ ഒരു സ്കൈപ്പ് കോള്, ഇതുപോലെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ബാൻഡ് വിത്ത് ഏറ്റവും കൂടുതലായിട്ടാണ് വരും. അപ്പോൾ അത് മാത്രമായിരിക്കും, ആ ഒരു IP അഡ്രസ്സിനായിരിക്കും നമുക്കൊന്ന് ടോപ്പ് 10 ഇല്ലെങ്കിൽ ടോപ്പ് 5 നമുക്ക് കാണിക്കുന്നത്. പിന്നെ SSL ബേസ് ചെയ്ത് HTTP ബേസ് ചെയ്തത്, HTTPS ബേസ് ചെയ്തുള്ള എല്ലാ ബ്ലോക്കിങ് ചെയ്യുന്നതെല്ലാം കഴിയും. ഇതാണ് നമ്മളന്ന് ലൈസൻസ് ബേസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ ലൈസൻസിൻ്റെ ഡീറ്റെയിൽ ഇവിടെയാണ് വരുന്നത്. മീൻസ് നമ്മൾ എത്ര ലൈസൻസ് ഉണ്ടോ, ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓണായിട്ട് കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ നോട്ട് ലൈസൻസ് എന്ന് എഴുതി കാണിക്കും മെയിനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻക്രിപ്റ്റഡ് ബേസ് ചെയ്തുള്ള സെക്ഷൻസ്, പിന്നെ ഇമെയിൽ ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ അടുത്ത ഇതിൽ വരുന്നത് ഇത് വന്ന് ഡയറക്റ്റായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതിന് നമുക്ക് 2 വ്യൂവിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഫയർവാളിൻ്റെത്. അതിൽ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഇങ്ങനത്തെ ആയിരിക്കും. ഇതിലൊന്ന് പിന്നെ ഇതിൽ വരുന്ന ഇവൻറ്റ്സ്, ഈ ഇവൻറ്റ് ലോഗ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻ്റെയർ വന്ന് ലോഗ് ഹിറ്റിങ്, ആരൊക്കെയാണ് ഏതൊക്കെ IPന്നാണ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ആപ്ലിക്കേഷൻ ബേസ് ചെയ്തും ഇൻ ഔട്ട്, പിന്നെ അതിൻ്റെ ഇൻഫർമേഷൻ ഏതിനൊക്കെയാണ് ചെയ്തത്, TCP ആണെങ്കിൽ TCP, UDP ആണെങ്കിൽ UDP, HTTPS, പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എൻഡ് ടു എൻഡ് ഈച്ച് ആൻഡ് എവരി IPs ഒന്ന് അതൊന്ന് മോണിറ്റർ ചെയ്യും. അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് അലേർട്ട് അതിൽ വരും. പിന്നെ അതിലൊന്ന് ഏതെങ്കിലും മാൽവെയർസ് ബേസ് ചെയ്ത് ഹിറ്റ് ആവുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ആ ഡീറ്റെയിൽ ആക്കണം. അപ്പോൾ ഏതൊരു IP ആണ് ഏറ്റവും കൂടുതലായിട്ട് അൺവാണ്ടഡ് വെബ്സൈറ്റ്സിൽ പോകുന്നത്, അതെല്ലാം നമുക്ക് ഇവിടെ ഒന്ന് ലോഗ് ബേസ് ചെയ്താണ് ഐഡൻറ്റിഫൈ ചെയ്യണത്. പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള IP അഡ്രസ്സ്, ഔട്ട് സൈഡിൽ നിന്നുള്ള IP അഡ്രസ്സ് ഒന്ന് നമ്മുടെ ഗേറ്റ് വേയിൽ ഹിറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ നമുക്കിതിൽ തന്നെ വരും. കാര്യം എന്ന് വെച്ചാൽ അതൊന്ന് ഇവൻറ്റ് ലോഗ്സ് ആണ്. ടോട്ടൽ എൻ്റെയർ ലോഗിൽ വരുമ്പോൾ അതിൻ്റെ ഹിറ്റ്, പിന്നെ അതുപോലെ തന്നെ ഫയർവാൾ നമ്മൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് ഈ ലോഗ് എപ്പോഴും നമ്മളത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു ഇതാണ്. ഒരു ഫയർവാളിലോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ലെവലിൽ വർക്ക് ചെയ്യുന്ന ആരായിരുന്നാൽ കൂടെ തന്നെ ഈച്ച് ആൻഡ് എവരി ലോഗ് കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം. ചെറിയൊരു ലൂപ്പ് ഉണ്ടെങ്കിൽ കൂടെ തന്നെ തിരിച്ചു വന്ന് നമ്മുടെ ഇതിൽ വന്ന് വൈറസ് അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണും. അതുപോലെ തന്നെ അതിൻ്റെ പാച്ചസ്, ലൈസൻസ് എല്ലാം പ്രോപ്പറായി അപ്ഡേറ്റ് ചെയ്യണം. റിന്യൂവൽ ചെയ്യുന്ന ടൈം തന്നെ അതിന് മുമ്പ് തന്നെ പ്രോപ്പറായിട്ട് റിന്യൂവൽ ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ പോളിസീസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്കാകത്തില്ല. അതിൻ്റെ ആൻറ്റി വൈറസ് ബ്ലോക്കിങ് ഇതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് വർക്കാകത്തില്ല. തിരിച്ച് നമുക്ക് വൈറസ് ഹാക്കിങ് വരാൻ ഏറ്റവും കൂടുതൽ 99% പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഒന്ന് അതിൻ്റെ റിയൽ ടൈമിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ
റിന്യൂവൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതിനോട് തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ TCP അക്നോളജ്മെൻറ്റ്, RF, പിന്നെ ലോഗ് റിപ്പോർട്ട്, പിന്നെ പാക്കറ്റ് മോണിറ്റേഴ്സ്, പാക്കറ്റ് റിലേറ്റ്സ്, പിന്നെ നെറ്റ്വർക്ക് ബേസ് ചെയ്തുള്ളത്, സിസ്റ്റം ബേസ് ചെയ്തുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് വിൻഡോ, അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ വന്ന് ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഓപ്ഷൻ വന്ന് നമുക്ക് വേറൊരു ലൊക്കേഷനിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാപ്ചർ വന്ന് നമുക്കൊന്ന് ലാംഗ്വേജ് ബേസ് ചെയ്ത് തന്നെ അതിലുണ്ട്, ത്രെഡ്സ് ബേസ് ചെയ്തുള്ള, പിന്നെ സോണിക് വാൾ, ബ്ലൂ, ഓറഞ്ച്, നമ്മൾ ആ ലോഗിൽ തന്നെ ഏതൊക്കെ കളറിൽ വരണം, ഒരു റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഏത് കളറിൽ വരണം, പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏത് കളറിൽ വരണം, അൺവാണ്ടഡ് IPs ആയിരുന്നു ഈ കളറിൽ വരണം, നമ്മുടെ IP ആണെങ്കിൽ ഇതിൽ വരണം എന്നുള്ള ബേസ് ചെയ്തല്ല. പിന്നെ സിസ്റ്റത്തിൻ്റെ ഇത് ടെക് സപ്പോർട്ട് റിപ്പോർട്ട്. ഇപ്പോൾ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ബേസ് ചെയ്ത് നമ്മൾ സോണിക് ഫയർവാൾ ഡയറക്റ്റ് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അവരാദ്യം ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് ബേസ് ചെയ്തായിരിക്കും അവർ അനലൈസ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് അത് ചെയ്തിട്ടായിരിക്കും അവരൊന്ന് നമുക്ക് അതിൻ്റേതായ രീതിയിൽ വന്ന് നമുക്കിത് തരണം. മെയിനായിട്ടുള്ളൊരിത് ഡയഗ്നോസ്റ്റിക് ടൂള്. ഇതിലെന്ന് പറയുന്നത് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫസ്റ്റ് ഒന്ന് ഇത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള IP ആയിരിക്കും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ വ്യൂ ആവും. നമ്മുടെ നെറ്റ്വർക്കിലല്ലാതെ വേറെ IPs ഒന്നും ഇതിൽ വ്യൂ ആവും. അത് വ്യൂ ആവുന്ന കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പേടിക്കരുത്. തീർച്ചയായിട്ടും വ്യൂ ആയി കഴിഞ്ഞാൽ വൺസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ IP മാത്രമേ അതിൽ കാണിക്കത്തുള്ളൂ. അതിന് മുമ്പ് വരയ്ക്കും ചിലപ്പോൾ ഒന്ന് ടോയ്സ് ആയിട്ട് IP കാണിക്കും, ഒരേ IP തന്നെ കണ്ടിന്യൂവേഷൻസ് കാണിക്കും, വേറെ വേറെ IPs കാണിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് അപ് ടു ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കൽ ഒന്ന് സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ IP നമ്മുടെ മെയിൻ IP ഒന്ന് സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വന്ന് അതൊന്നും പ്രോബ്ലം ഒന്നും വരത്തില്ല. ഇത് ലൈസൻസ് ഞാൻ പറഞ്ഞല്ലോ. സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വന്നുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. മീൻസ് ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണിക്കുന്ന കണക്കായിട്ടാണ് വരുന്നത്. ഇതിലുള്ള വന്ന് അതിൽ അപ്ഡേറ്റ്സ്, ഫസ്റ്റത്തെ ഡാഷ്ബോർഡ് എന്നുള്ള അതിൻ്റെ അകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു. സെക്കൻഡ് വരുന്ന ലൈസൻസ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ലൈസൻസ് ഉള്ളത്, നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷത്തെ ഉള്ള ലൈസൻസ്, ഏതൊക്കെയാണ് ലൈസൻസ്, ഏതൊക്കെയാണ് നോട്ട് ലൈസൻസ്, അത് റിലേറ്റഡ് എല്ലാം ഇതിൽ അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത്, മാനുവൽ അപ്ഗ്രേഡ് എന്നുള്ള എൻ്റർ കീ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതല്ലാതെ തന്നെ ഫസ്റ്റ് എപ്പോഴും ചെയ്യുമ്പോഴും അതിൻ്റെ സോണിക് ഫയർവാളിൻ്റെ ലോഗിനിൽ പോയാണ് ചെയ്യേണ്ടത്. mysonicwall.com എന്നുള്ള ഇതിൽ ഒന്ന് നമുക്ക് ലോഗിൻ ID പാസ്വേഡ് തന്നെ അതിൽ ഡയറക്റ്റായിട്ട് ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ടുള്ള ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ പാച്ചസോ ഇല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ലൈസൻസ് കീ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ഫുള്ളായിട്ട് തന്നെ നമ്മൾ സോണിക് ഫയർവാളിൻ്റെ മെയിൻ കൺസോളിൽ വെബ് ലോഗിനിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഫേംവെയർ ഇതാണുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ കറണ്ട് ഫേംവെയർ ഏതാണ്, പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത ഫേംവെയർ ഏതാണ്. ഒരിക്കൽ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് ലോഗിൻ ബൂട്ടായി വരുമ്പോൾ പുതിയ ഫേംവെയർ ബേസ് ചെയ്ത് വേണം ബൂട്ടായി വരണമെന്ന് പറഞ്ഞത് നമ്മളത് ഇവിടെ വന്ന് ബൂട്ട് എന്നുള്ള ഓപ്ഷനിൽ ഇനേബിൾ ചെയ്ത് കൊടുക്കണം. ബൂട്ട് വിത്ത് കറണ്ട് അപ്ഡേറ്റഡ് ഫേംവെയർ എന്നുള്ള ബേസ് ചെയ്ത് കൊടുക്കണം. ആ ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് റീബൂട്ട് ചെയ്യാനുള്ളത്. വൺസ് ഒന്ന് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേംവെയർ എപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് വെർഷനിലായിരിക്കും അതൊന്ന് ബൂട്ടായി ആയിരിക്കും നമുക്ക് വരുന്നത്. എപ്പോൾ ഒരു കോൺഫിഗറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് നിങ്ങൾ അതിൻ്റെ ബാക്കപ്പ് എടുക്കുക. സെറ്റിങ്സിൻ്റെ ബാക്കപ്പ്, പിന്നെ ഫേംവെയർ ബാക്കപ്പ്, ഇതെല്ലാം ഒന്ന് കമ്പൽസറി എടുത്തതിന് ശേഷം മാത്രമേ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യാവൂ. അതിനൊന്നും ഒരിക്കലും ചെയ്യരുത്. അതൊന്ന് ഒത്തിരി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു കോൺഫിഗറേഷനോ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ബാക്കപ്പ് എടുക്കുക. എടുത്തതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് ഫേംവെയർ ബാക്കപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന റീസ്റ്റാർട്ട്. നോർമലായിട്ട് തന്നെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ റീസ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കണക്ടിവിറ്റി. ഇവിടെ നിന്ന് ഈ കണക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ് നമുക്കൊന്ന് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ നെറ്റ്വർക്ക് റിലേറ്റഡ്, ഇൻ്റർഫേസ് റിലേറ്റഡ്, നാറ്റിങ്, VPN, SSL, പിന്നെ യൂസേഴ്സ് റിലേറ്റഡ്, പിന്നെ ആൻറ്റിവൈറസ്, പോളിസീസ്, സെക്യൂരിറ്റി, ഫയർവാൾ, ഇതുപോലെ ഒത്തിരി സെക്ഷൻസ് ഈ ഒരു ഓപ്ഷനിലുണ്ട്.
ആപ്ലിക്കേഷൻ ഫ്ലോ ഉണ്ട്, പിന്നെ ലോഗ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഫുള്ളായിട്ടുള്ളതാണ് അതിൽ വരുന്നത്. ഇത് ഇൻഡെപ്ത് ആയിട്ടുള്ള ലോഗിൻ്റെ പേജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ താഴെ കാണുന്ന ഒരു മെനു ഉണ്ട്. ആ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്കൊന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഇൻ്റർഫേസിലായിരിക്കും ലോഗിൻ ആവുന്നത്. ആ ഇൻ്റർഫേസിൽ ലോഗിൻ ആകുമ്പോൾ നിങ്ങൾക്കൊന്ന് കോൺഫിഗർ ചെയ്യാനായാലും കൂടെ തന്നെ കുറച്ചും കൂടെ ഈസിയാണ്. പക്ഷേ ഗ്രാഫിക്കൽ വിസാർഡ് ബേസ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് വേറെയാണ്. അത് കാരണം ഒത്തിരി എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വേണം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഡാഷ്ബോർഡിനെ കുറിച്ചുള്ള എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒറ്റ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫയർവാളിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം, അതിനെ എങ്ങനെ കോൺഫിഗർ ചെയ്യാം, അതിൻ്റെ ബേസിക്സ് എല്ലാം ഇതിൽ തന്നെ കാണും. 10 വീഡിയോ കാണുന്നതും ഇല്ലെങ്കിൽ 50 വീഡിയോ കാണുന്നതിനെ കാട്ടി നമുക്ക് കുറച്ചും കൂടി യൂസ് ആയിട്ടുള്ള ഒരു സിംഗിൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീച്ചർ മനസ്സിലാവും. ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളതൊന്ന് ഒരു 2-3 വീഡിയോയ്ക്കകത്ത് അതൊന്ന് നിർത്തുന്ന കണക്കായിട്ടായിരിക്കും ഞാനിത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യത്തുള്ളൂ. കാര്യം നിറയെ വീഡിയോസ് ചെയ്യത്തില്ല. ഒരു 3 വീഡിയോയ്ക്കകത്ത് എന്തൊക്കെ ഓപ്ഷൻസാണ് മെയിനായിട്ടുള്ളത്, ആ മെയിനായിട്ടുള്ള ഓപ്ഷൻസിൻ്റെ എല്ലാ എക്സാമ്പിളോടെ തന്നെ ഞാനിത് നിങ്ങൾക്കത് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പിന്നെ ഇതിൽ വരുന്നത് ഈ ഇൻ്റർഫേസ് ആഡ് ചെയ്യുന്നത് യൂസർ ക്രിയേഷന്, പിന്നെ ഗ്രൂപ്പ് ക്രിയേഷൻസ്, ഇതൊക്കെ ഒന്ന് നോർമൽ തിങ്സ്. ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് യൂസർ, ആ യൂസറിൻ്റെ നെയിം അത് ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നൊരു സെക്ഷൻ. പിന്നെ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ആ ഒരു ഇൻ്റർഫേസിന് നമ്മളൊന്ന് റിലീസ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയർടെലോ വോഡഫോണോ അല്ലെങ്കിൽ സിഫിയോ വാട്ടെവർ ഏതൊരു ഇതാണ് നമുക്ക് തന്നാൽ കൂടെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള പബ്ലിക് ഐ പി, അതിൻ്റെ പബ്ലിക് ഐ പി നോക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഡൊമൈന്, അതിൻ്റെ ഗേറ്റ് വേ ഐ പി ഏതാണ്, അതിന് എത്ര ഐ പി നമുക്ക് തന്നിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് നോട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാറ്റിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പബ്ലിക് ഐ പി ബേസ് ചെയ്തായിരിക്കും നമ്മൾ നാറ്റിംഗ് പ്രോട്ടോക്കോൾ ബേസ് ചെയ്തുള്ള ഇതെല്ലാം കോൺഫിഗർ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ലൈസൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ആ ലൈസൻസ് എങ്ങനെയാണ്, ലൈസൻസ് നമ്മൾ മെയിനായിട്ട് നോക്കുക. അതിൻ്റെ ഫേംവെയർ, മോഡല്, പ്രോഡക്റ്റ് ബേസ് ചെയ്തുള്ളത്, പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ പിന്നെ അതിൻ്റെ റാം, റോം, CPU അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണും. പിന്നെ സിസ്റ്റം ടൈം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് എപ്പോഴും US ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അതൊന്ന് ലൊക്കേഷൻസ് അതെല്ലാം കറക്റ്റായിട്ട് മാപ്പ് ചെയ്യണം. എന്നിട്ട് വേണം ചെയ്യാനുള്ളത്. പിന്നെ ലൈസൻസ് ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈസൻസിൻ്റെ ഡേറ്റും അതിൻ്റെ റിന്യൂ ചെയ്യേണ്ട ഡേറ്റ് കറക്റ്റായിട്ട് വരും. റിന്യൂ ചെയ്യുന്നത് മാക്സിമം ഒരു 10 ദിവസത്തിന് മുമ്പ് വേണം നമുക്ക് റിന്യൂ ചെയ്യേണ്ടത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിക് ഫയർവാളിൽ ഒരു ലൈസൻസിന് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം വെൻഡർ സൈഡ് ആയിരുന്നാൽ കൂടെ തന്നെ ഒരു 5 to 8 days ആയിരുന്നു നമുക്കതിൻ്റെ ഒരു ലൈസൻസ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ. അതുകൊണ്ട് എപ്പോഴും വന്ന് നമ്മളത് റിന്യൂവലിന് മുമ്പ് ഒരു 10 ദിവസത്തിന് മുമ്പ് തന്നെ റിന്യൂവലിനുള്ള എല്ലാം കളക്ട് ചെയ്ത് നമ്മളത് ആ റിന്യൂവൽ ഡേറ്റിന് മുമ്പ് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി മെയിനായിട്ടുള്ള ഇതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പിയറൻസിൻ്റെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. 2 അപ്പിയറൻസ് ഒന്ന് ഒരു ഗ്രാഫിക്കലി തന്നെ 2 ഇതായിട്ടുണ്ട്, 2 ഇൻ്റർഫേസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ വ്യൂവിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ മോണിറ്ററിങ് ബേസ് ചെയ്തത്. റിയൽ മോണിറ്ററിങ്ങിൻ്റെ അകത്തുനിന്ന് ഏതൊക്കെ നെറ്റ്വർക്കാണ്, ആരൊക്കെയാണ്, എത്രയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോ നെറ്റ്വർക്കിൻ്റെ ഗ്രൂപ്പിൽ എത്ര യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മൾട്ടിപ്പിൾ കോർ മോണിറ്ററിങ്, പിന്നെ അതിൽ മോണിറ്ററിങ് തന്നെ നിറയെ ഇതുണ്ട്. ലൈവ് മോണിറ്ററിങ് തന്നെ ഇപ്പോൾ ഏത് IP യിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാം മോണിറ്ററിങ് തന്നെ. ആ ലോഗും പിന്നെ മോണിറ്ററിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടോട്ടൽ. അതേപോലെ തന്നെ വൈറസ് എത്ര അറ്റാക്ക് ആയിട്ടുണ്ട്, എത്ര ഇതുണ്ട്, എത്ര % ബേസ് ചെയ്താണ്, പിന്നെ ഓരോരോ ടീം ബേസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
യൂസർ ബേസ്, ഒരു യൂസർ എത്ര ബേസ് ചെയ്താണ് എടുത്തിട്ടുള്ള, അപ്പോൾ യൂസർ ബേസ് ചെയ്ത് ചെക്ക് ചെയ്യുക എന്നുള്ള സെക്ഷൻസ് എല്ലാം ഉണ്ട്. അത് ലോഗ് മോണിറ്ററിംഗ് എന്നുള്ള സെക്ഷനിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ നിറയെ ഫീച്ചേഴ്സ് മോണിറ്ററിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ നിറയെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് വന്ന് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തൊക്കെ നോക്കുമ്പോൾ തന്നെ അത് ഗോ ത്രൂ ആവും. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ കം ടു ദ പോയിൻറ്റ്, ഇത് എന്താണ്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് മെയിൻ ഫീച്ചേഴ്സ് ഉള്ളത്, ആ ഒരു സെക്ഷനിൽ നിന്നാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ഡാഷ്ബോർഡ് സിസ്റ്റം. ഡാഷ്ബോർഡിൻ്റെ അകത്ത് ടോട്ടലായിട്ട് തന്നെ അതിൽ എത്രയാണ് ഹിറ്റായിട്ടുള്ളത്, എത്ര MBPS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബേസ് ലൈൻ അപ്പാണോ ഡൗൺ ആണോ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം വരും. പിന്നെ ടോപ്പ് 10 ടോപ്പ് 5 അതിലാരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ഡീറ്റെയിൽ എല്ലാം അതിൽ വരും. സെക്കൻഡ് എന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ലൈസൻസിങ്, റീസ്റ്റാർട്ട്, കോൺഫിഗറേഷൻസ് റിലേറ്റഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡിവൈസിൻ്റെ കോൺഫിഗറേഷൻസ് ആയിരിക്കും അതിൽ വരുന്നത്, ആ ഒരു സെക്ഷനിൽ വരുന്നത്. അതിൻ്റെ അകത്താണ് ലൈസൻസിൻ്റെ മെയിനായിട്ട് വരുന്നത്. മെയിൻ പേജ് എന്ന് പറഞ്ഞാൽ ലൈസൻസ്, പിന്നെ ബാക്കപ്പ് എന്ന് പറയുന്നതെല്ലാം സിസ്റ്റത്തിൻ്റെ അകത്താണ് വരുന്നത്. തേർഡ് വന്ന് അതിൽ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിൽ വരുമ്പോഴാണ് ഇൻ്റർഫേസ് റിലേറ്റഡ് വരുന്നത്. പിന്നെ നെറ്റ്വർക്ക്, പിന്നെ അതേപോലെ തന്നെ നാറ്റിങ്, അതെല്ലാം വന്ന് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഫയർവാള്, പിന്നെ സ്വിച്ചിങ്, 3G 4G മോഡം, പിന്നെ ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ PoE ബേസ് ചെയ്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വൈഫൈയും കൂടെ ഉള്ള പ്രൊസീജിയർ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഡിവൈസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊന്ന് ഓരോരോ ഗ്രൂപ്പായിട്ട് നമുക്ക് ഓരോരോ ആക്സസ് പോയിൻ്റായിട്ട് നമുക്കൊന്ന് കോൺഫിഗർ ചെയ്ത് ഓരോ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഈ ഒരു ആക്സസ് പോയിൻ്റ് ആയിരിക്കും നമുക്കൊന്ന് മൊബൈലിലേക്ക് വൈഫൈ ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ക്യാപ്ചർ, അതൊക്കെ നോർമൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ ലോഗ്സ് ഇതെല്ലാം നോക്കുന്നതിന്. പിന്നെ VPN, അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ SSL VPN ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ വരുന്നത് പിന്നെ യൂസേഴ്സ്, അത് യൂസർ ക്രിയേഷൻസ് ബേസ് ചെയ്താണ്. പിന്നെ സെക്യൂരിറ്റി ആക്സസ്, അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ്. പിന്നെ വാൻ ബേസ് ചെയ്തുള്ള, പിന്നെ ആപ്പ് ഫ്ലോ ആൻഡ് ലോഗ്സ്. ഇത്രയാണ് അതിൽ മെയിനായിട്ട് വരുന്ന ഓപ്ഷൻസ്. ഇതിൽ കൂടുതൽ വേറെ ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് വരത്തില്ല. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഫയർവാളിൻ്റെ വയർലെസ് ബേസ് ചെയ്തുള്ളൊരു ഓപ്ഷൻസ് ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സിൻ്റെ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ കാണിക്കുന്ന വിസാർഡ്, ഇപ്പോൾ നോർമലായിട്ട് കോൺഫിഗർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കൂടെ തന്നെ വിസാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി മെത്തേഡിൽ തന്നെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അത് നെക്സ്റ്റ് കൊടുത്ത് അത് കുറച്ച് കറക്റ്റായിട്ടുള്ള ആ ഒരു നമുക്കൊരു ലൂപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യും. അത് ഒരിക്കൽ ഒന്ന് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇനി ഡാഷ്ബോർഡിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടെ തന്നെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡാഷ്ബോർഡിൻ്റെ അകത്ത് വരുന്ന മൾട്ടി കോർ ബേസ് ചെയ്ത്, പിന്നെ റിയൽ ടൈം മോണിറ്ററിങ്, ആപ്പ് ഫ്ലോസ്, പിന്നെ അതിന് യൂസർ മോണിറ്ററിങ്, ത്രെഡ് റിപ്പോർട്ട്, പിന്നെ പ്രോട്ടോകോൾസ് മോണിറ്ററിങ്സ്, പിന്നെ കണക്ഷൻ മോണിറ്ററിങ്, പിന്നെ വരുന്ന പാക്കറ്റ്സ് അത് റിലേറ്റഡ്, പിന്നെ ലോഗ് മോണിറ്ററിങ്, SD വാൻ മോണിറ്ററിങ്, വാൻ റിലേറ്റഡ് മോണിറ്ററിങ് എല്ലാം വരുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് മോണിറ്ററിങ് സെക്ഷനിൽ തന്നെ. അപ്പോൾ ഈ സെക്യൂരിറ്റി ലെവലിൽ വർക്ക് ചെയ്യുന്നവരിൽ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് മോണിറ്ററിങ് സെക്ഷനിൽ തന്നെ ഉണ്ട്, റിമോട്ട് മോണിറ്ററിങ് സെക്ഷൻസ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ഒത്തിരി പേര് ഡിവൈഡ് ചെയ്തായിരിക്കും അവർ ചെയ്യുന്ന ഓരോ വർക്ക്. ഒരാൾ ലോഗ് മോണിറ്റർ ചെയ്യും, ഒരാൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന ആളായിരിക്കും, ഒരാൾ ബാക്കപ്പ് എടുക്കുന്ന ആളായിരിക്കും, ഒരാൾ ഫുൾ ടൈം ഒന്ന് അതിൻ്റെ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഓരോ കാറ്റഗറിയിലായിരിക്കും മാറ്റുന്നത്. പിന്നെ ഇതൊന്ന് ഡാഷ്ബോർഡ്. ഇനി നെക്സ്റ്റ് വരുന്നത് അതിലൊന്ന് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്. അതിൽ സിസ്റ്റത്തിൽ വരുന്നത് പിന്നെ സ്റ്റാറ്റസ്, പിന്നെ ലൈസൻസ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ പാസ്വേഡ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. പിന്നെ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ലൈസൻസിൻ്റെ കീ അപ്ഡേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻസ് ഇതിലാണ് വരുന്നത്. പിന്നെ വരുന്നത് SNMP, പിന്നെ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ ടൈമിങ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്ന ടൈം മാറ്റണം എന്ന് പറയുന്ന ഓപ്ഷൻസ് അവിടെയാണ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷനിലായിരിക്കും നമ്മുടെ ഫയർവാളിൻ്റെ മോഡൽ. പിന്നെ ഡീഫോൾട്ട് IP ഇവിടെയാണ് വരുന്നത്. നമ്മൾ ആ ഡീഫോൾട്ട് IPയുടെ കൂടെ തന്നെ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനും ഇവിടെയാണ് ചെയ്യാനുള്ളത്. പിന്നെ ഓൺ ടൈം പാസ്വേഡ് മെത്തേഡ്. പിന്നെ ഈ പാസ്വേഡ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ തന്നെ നിറയെ ഓപ്ഷൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് ഒരു 90 ഡേയ്സോ അല്ലെങ്കിൽ 30 ഡേയ്സോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണിക്കുന്ന കണക്കായിട്ടത്. പിന്നെ അതുപോലെ തന്നെ ഓരോ യൂസർ ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നേരം മാത്രമേ വർക്ക് ചെയ്യാവൂ. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് അത് ബ്ലോക്ക് ആവണം. വീണ്ടും ഒരു തിരിച്ച് പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ലോഗിൻ ആവൂ. അറ്റ് എ ടൈം ഒന്ന് പാസ്വേഡ് ലെങ്ത് ആയാലും കൂടെ തന്നെ 6 or 7 or 8 ഡീഫോൾട്ട് 8 ആയിരിക്കും. അതിൽ കൂടുതലൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ
അറ്റംപ്റ്റ് ബേസ് ചെയ്തതിന് ഇത്ര അറ്റംപ്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അതൊന്ന് ബ്ലോക്ക് ആവണമെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോരോ ഓപ്ഷൻസ് ഒന്ന്, പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് ലോഗിന്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ബേസ് ചെയ്ത് ലിമിറ്റഡ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ യൂസറിന് എന്തൊക്കെ ലെവലാണ് ആവശ്യമുള്ളത് ആ ലെവൽ മാത്രം ഇതിൽ ആക്സസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് സപ്പോർട്ടിൽ തന്നെ സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റർ കാണും, പിന്നെ അതിൻ്റെ സപ്പോർട്ട് കാണും, പിന്നെ റിമോട്ട് ലോഗിൻ, പിന്നെ മോണിറ്ററിങ് ചെയ്യുന്നവർക്ക് മോണിറ്ററിങ് മാത്രമായിട്ടുള്ള ഇതൊക്കെ കൊടുക്കുന്നത് അതിൽ ചെയ്യും. പിന്നെ ഇതിൽ ടൈമിൻ്റെ ഞാൻ ഇതിൽ പറഞ്ഞത് ഡീഫോൾട്ട് ഒന്ന് iOS ബേസ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഇവിടുത്തെ കൽക്കട്ട ബേസ് ചെയ്തുള്ള ടൈമിങ്ങോ, നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ടൈം സോണ്, ആ ടൈം സോൺ അത് ബേസ് ചെയ്തതിന് നമ്മളിതിൽ വരുമ്പോൾ GMTയുടെ തന്നെ ഇന്ത്യൻ ടൈം സോണുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടൈം സോണായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൽക്കട്ട ഇതെന്ന് പറയുന്നത് തന്നെ മാക്സിമം നിങ്ങളൊരു വോയിസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ഡീഫോൾട്ട് കൽക്കട്ട മാത്രമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇതിലൊന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇതിലേക്ക് വരുന്നത്. പക്ഷേ സെയിം രണ്ടിൻ്റെ ഒരേ ടൈമിൽ തന്നെ, അതിന് വേറെ മാറ്റമൊന്നുമില്ല, സെയിം അത് ബേസ് ചെയ്താണ് കൊടുക്കും. പിന്നെ ഷെഡ്യൂൾഡ്, നമ്മൾ ഈ ഷെഡ്യൂൾഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ കോൺഫിഗർ ചെയ്യുന്നത്, ഇപ്പോൾ റീസ്റ്റാർട്ട് ആവുന്നത് ഈ ഒരു ഷെഡ്യൂൾഡ് ആകുമ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ റീസ്റ്റാർട്ട് ആവണം, ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പാച്ചസ് അപ്ഡേറ്റ് ആവണം, ഇല്ലെങ്കിൽ ഈ ഒരു കോൺഫിഗറേഷൻ ആ ഒരു ടൈം മാത്രമേ നടക്കാവൂ. അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യുന്നത് ഷെഡ്യൂൾഡിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ സെറ്റിങ്സിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഫേംവെയർ ബേസ് ചെയ്തുള്ളത്, അത് നോർമൽ. പിന്നെ പാക്കറ്റ് റിലേ, പിന്നെ ഡയഗ്നോസ്റ്റിക് ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട്, പിന്നെ ഇതൊന്ന് അതിൻ്റെ ലീഗലായിട്ടുള്ള ഇത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് അത് കൊടുത്തേക്കുന്നത് നമ്മളത്. പിന്നെ കോപ്പി റൈറ്റ് ലിമിറ്റ്, അതായത് ബേസ് ചെയ്തുള്ള റിലേറ്റഡ്, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത വരുന്നത് SD-WAN, 3G 4G മോഡംസ്, ആക്സസ് പോയിൻറ്റ്സ്, ഇത് റിലേറ്റഡ്. അത് നമ്മുടെ ഓരോ കമ്പനിയുടെ ഡിപ്പെൻഡൻസി ബേസ് ചെയ്തായിരിക്കും വരുന്നത്. ഇപ്പോൾ വരുന്ന ഓരോ പ്രോഡക്റ്റും അതെല്ലാം ഒന്ന് ചെയിൻ ബേസ് ചെയ്ത് ഡൈനാമിക് ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ആക്സസ് തന്നെ ചെയ്യണമെന്നുള്ള അങ്ങനെയല്ല കൊടുക്കേണ്ടത്. അതൊരു യൂസർ ലെവലോ ഇല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ലെവലോ ആയിരിക്കും അതിന് വർക്ക് ചെയ്യുന്നത്. ഒരു ഫയർവാൾ റൂൾ ചെയ്യുമ്പോൾ തന്നെ അത് ആദ്യം ചെക്കുന്നത് ഇൻഡിവിജ്വലാണോ അല്ലെങ്കിൽ അത് ഗ്രൂപ്പിലാണോ, ആ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഏത് നെറ്റ്വർക്കിലാണുള്ളത് ആ നെറ്റ്വർക്ക് ബേസ് ചെയ്ത് അവർക്ക് ഈ ഒരു പ്രോട്ടോക്കോൾ ഈ ഒരു റൂൾസ് ആയിരിക്കും വർക്കാവുന്നത്. ഇപ്പോൾ ഞാൻ വന്ന യൂസേഴ്സ് എങ്ങനെയാണ് യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ യൂസേഴ്സിൻ്റെ ഇത് എന്തൊക്കെയാണുള്ളത്, സെറ്റിങ്സ്, പിന്നെ അത് ലോക്കൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ലോക്കൽ യൂസറിന് സിംഗിൾ യൂസർ, പിന്നെ ഒരു ഗ്രൂപ്പ്, ഒരു നിറയെ യൂസേഴ്സ് കാണും. ആ യൂസേഴ്സിനെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പിൽ ഇപ്പോൾ HR എന്നുള്ളതിൽ ഒരു HR എന്ന് പറയുന്ന നിറയെ പേര് കാണും. ആ നിറയെ പേര് എടുത്ത് ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞ് HR എന്നുള്ള ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ട് ആ HRൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരൊക്കെയാണുള്ളത് അവരെ മാത്രമേ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ആഡ് ചെയ്യാവൂ. പിന്നെ അവർക്കൊന്ന് VPN ആക്സസ് വേണമെങ്കിൽ VPN ആക്സസ് കൊടുക്കുക. പിന്നെ ഒരു യൂസർ കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഇത്ര MB യൂസ് ചെയ്യാവൂ, ഇത്ര MB യൂസ് ചെയ്യാവൂ എന്നുള്ള ബേസ് ചെയ്തെല്ലാം കൊടുക്കുമ്പോൾ അതുപോലെ ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ പേരിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ OTP ബേസ് ചെയ്ത മൊബൈലിൽ വേണമെങ്കിൽ മൊബൈലിൽ അല്ലെങ്കിൽ ഇമെയിലിൽ വേണമെങ്കിൽ OTP വരാം, പാസ്വേഡ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ ഡിവൈസിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് ഇതുപോലത്തെ ഓപ്ഷൻസ് ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പിങ്ങിലായാലും അതുപോലെ തന്നെ ആഡ് ചെയ്യുന്നത്. പിന്നെ VPN ആക്സസ്, എനിക്കിപ്പോൾ ഒന്ന് VPN ആക്സസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും VPN ആക്സസ് ത്രൂ ഒന്ന് ഇതൊന്ന് ലോഗ് ചെയ്യാം. എന്തെങ്കിലും ഒരു കാരണവശാൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അതുപോലെയാണ്, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴൊക്കെയാണ് VPN ആക്സസിൻ്റെ യൂസ് ചെയ്യുന്നത്. ഇത് ഗ്രൂപ്പിംഗ്. ഇതിലൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പിൽ യൂസർ ലെവൽ ബേസ് ചെയ്യുന്ന യൂസർ ലെവൽ ബേസ് ചെയ്ത്, പിന്നെ ലിമിറ്റഡ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയാണ് എവരി വൺ വരും. പിന്നെ ട്രസ്റ്റഡ് യൂസേഴ്സ് അവർക്ക് ഈ ഓപ്ഷനൊക്കെ മാത്രമേ കാണാവൂ. അപ്പോൾ ഓരോരോ ഓപ്ഷനിൽ ആ ഓരോരോ രീതിയിലാണ് അതിലത് കൊടുത്തിട്ടുള്ളത്. ഗസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റിന് ഇത്ര പ്രിവിലേജേ കാണത്തുള്ളൂ, നോർമൽ അഡ്മിനിസ്ട്രേഷന് ഇത്രയും പ്രിവിലേജ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഒരു സ്കീമ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വിൻഡോസ് അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ വിൻഡോസിൻ്റെ AD ആക്റ്റീവ് ഡയറക്ടറിയിലുള്ള യൂസേഴ്സിൻ്റെ ഉള്ള ആക്സസ് ഇതിൽ ഡയറക്റ്റായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള യൂസേഴ്സിനൊക്കെ ഈ ആക്സസ് വരാവും. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഇതിൽ ചെയ്യാം. ഇതെല്ലാം യൂസർ ലെവൽ. പിന്നെ അതിലൊന്ന് നോർമലാണ്. അതിൽ യൂസർ ലെവലിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ യൂസർ ലെവലിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അഡ്മിനിസ്ട്രേഷൻ ഒന്ന് ചെയ്യാൻ പാടായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന്
നോൺ കോൺഫിഗർ എന്നുള്ള മോഡാണ് ഇതിലുള്ളത്. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ഇത് പറ്റത്തുള്ളൂ. ഞാൻ ലൈവിലുള്ളത് ഞാൻ ഒരിക്കൽ ലൈവിൽ ഒന്നും ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ അപ്പിയറൻസ് മാത്രം കാണിക്കുക. അതിൻ്റെയും ഇതിന് വ്യത്യാസം നോൺ കോൺഫിഗറും കോൺഫിഗർ എന്നുള്ള കാണിക്കുന്നത് മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധ കാണിക്കാം. പിന്നെ ഇതിൻ്റെ ലോക്കൽ യൂസേജ് എല്ലാം കഴിഞ്ഞാൽ തന്നെ പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള നെറ്റ്വർക്കിങ്ങും അതിൻ്റെ റൂൾസ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഒന്ന് അതിൻ്റെ അകത്തുള്ള X1, X1, X0, X2, X3, X4 എന്ന് പറഞ്ഞാൽ അത് 16 പോർട്ടുണ്ട്. ഈ 16 പോർട്ടും നമുക്ക് 16 പ്രൊവൈഡറിന് ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓരോ പ്രൊവൈഡറിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാ പ്രൊവൈഡേഴ്സും വാൻ ആയിരിക്കും, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ്. അവർക്കൊരു പബ്ലിക് IP തന്നിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക് IP ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഒന്ന് ആ ഒരു പോർട്ട് ഒന്ന് കോൺഫിഗർ ചെയ്യുന്നത്. ആ ഒരു പോർട്ട് കോൺഫിഗർ ചെയ്യുന്നതിന് അതിലൊന്ന് നമ്മൾ ലേബിളിങ് ചെയ്യുക. ഇപ്പോൾ ഒരു എയർടെലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എയർടെലിൽ നിന്ന് ഏത് പോർട്ടിലാണ് X1 ആണെങ്കിൽ X1, X2 ആണെങ്കിൽ X2, X3 ആണെങ്കിൽ X3, X4 ആണെങ്കിൽ X4, അതുപോലെ ഓരോരോ പോർട്ടിൽ ഓരോരോ പ്രൊവൈഡറിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിൻ X0 എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമ്മുടെ ലാൻ ആയിരിക്കും, അത് മാനേജ്മെൻ്റ് ആയിരിക്കും. നമ്മളത് ഡയറക്റ്റ് ലോഗിനിന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്തത്. ഈച്ച് ആൻഡ് എവറി ഹിറ്റ് വരുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന എല്ലാ ഹിറ്റും നമ്മുടെ ലാനിൽ ഹിറ്റ് ചെയ്ത് നമ്മുടെ ലാനിൽ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും അത് ഡ്രോപ്പ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് നോർമലായിട്ടാണ്. ഇതൊരു ഇൻ്റർഫേസ് എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ കോൺഫിഗർ എന്നുള്ള ഒരു ഇതുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള IP അഡ്രസ്സ്, സബ്നെറ്റ് മാസ്ക്, പിന്നെ IP അസൈനിങ് സ്റ്റാറ്റിക് എങ്കിൽ സ്റ്റാറ്റിക്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ DNS, പിന്നെ അതിനൊരു കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊന്ന് ഐഡൻറ്റിഫൈ. ഇപ്പോൾ എയർടെൽ ആണെങ്കിൽ എയർടെൽ, അല്ലെങ്കിൽ വോഡഫോൺ, ഇത് 100 Mbps അല്ലെങ്കിൽ 30 Mbps, 50 Mbps, ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ ബ്രോഡ്ബാൻഡ്, അതുപോലത്തെ ഒരു ഓപ്ഷൻസ് എല്ലാം വന്ന് അതിൽ ചെയ്യാം. നമ്മളൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഏതൊരു ഇൻ്റർഫേസിൽ ഹിറ്റായാലും കൂടെ തന്നെ അത് നമ്മുടെ സോണിൽ വന്നിട്ടായിരിക്കണം ഉള്ളിൽ വരണം. നമ്മൾക്ക് ഒരു സോണ് കൊടുത്തിട്ടാണ് ആ സോണ് വഴിയായിരിക്കണം ഉള്ളിൽ വരണമെന്ന് പറഞ്ഞാണ് എപ്പോഴും കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സോണ് വഴി വരുന്ന ആ ഒരു ട്രാക്ക് ചെയ്യുന്ന ഏറ്റവും ബെറ്ററാണ്. ആ സോൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഇൻ്റർഫേസ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്. ഇൻ്റർഫേസ് നമ്മളൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വിസാർഡിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇൻ്റർഫേസ് ഒന്ന് കോൺഫിഗർ ചെയ്യാം. അല്ലാതെ തന്നെ ഇൻ്റർഫേസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് X1, X0, X1നെ ഒന്ന് ഇവിടെ വരെ കാണിക്കുന്ന കോൺഫിഗർ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയ്ക്കകത്തായിരിക്കും IP അഡ്രസ്സ്, വാനെങ്കിൽ വാന്, അതിലൊന്ന് ഫസ്റ്റത്തെ സോണ്, ഈ സോൺ എന്നുള്ള സെക്ഷനിൽ വാൻ ആണെങ്കിൽ വാന്, ഇപ്പോൾ ഇല്ലെങ്കിൽ ലാൻ ആണെങ്കിൽ ലാന്, പിന്നെ അതുപോലെ തന്നെ സോൺ ബേസ് ചെയ്താണ് സോൺ ബേസ് ചെയ്ത് കൊടുക്കാം. ഈ സോൺ ബേസ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ഇത് കഴിയുമ്പോൾ ഞാനത് പറഞ്ഞു തരാം, എന്തുകൊണ്ടാണ് സോൺ ബേസ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യം. ഇതൊന്ന് ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതൊന്ന് പോർട്ട് X1, X2 മുതൽ ടോട്ടൽ എല്ലാ പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പോർട്ട് ഷീൽഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു കോൺഫിഗറേഷൻ സ്ട്രക്ചർ. ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. ഇതിൽ X0, X6 ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഇൻ്റർഫേസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഈ പോർട്ട് ഷീൽഡിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് വന്ന് വേണമെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ മാക്സിമം വന്ന് ഇൻ്റർഫേസിലുള്ള ഇതിലാണ് കോൺഫിഗർ ചെയ്യേണ്ടത്. ഈ പോർട്ട് ഷീൽഡ് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ നമുക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഇല്ലെങ്കിൽ നമ്മുടെ HOയിലോ ഇല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിലോ ഒന്ന് MBLS വട്ടവർ MBLS ഇല്ലെങ്കിൽ നമുക്ക് ഒരു 60 ലൊക്കേഷൻ, ഇപ്പോൾ 60 ലൊക്കേഷനിൽ നിന്നുള്ള ബ്രാഞ്ചസ് 60 ലൊക്കേഷനിൽ ബ്രാഞ്ചസ് 3-4 MBLS ബേസ് ചെയ്ത് 3-4 പ്രൊവൈഡറിൻ്റെ MBLS ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോർട്ട് ഷീൽഡ് എന്നുള്ള കൺസെപ്റ്റ് ഏറ്റവും ബെറ്റർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന ഹിറ്റും ഡയറക്റ്റ് എൻ്റെ X0 എന്നുള്ള നെറ്റ്വർക്കിൽ ഹിറ്റ് ചെയ്തിട്ട് മാത്രമേ വെളിയിൽ പോകാവൂ എന്ന് കൊടുക്കുന്ന കൺസെപ്റ്റ്. മീൻസ് കൺട്രോൾ ഫുള്ളായിട്ട് നമ്മുടെ
എൻ്റെ കോർപ്പറേറ്റ് ഓഫീസായിരിക്കും. അപ്പോൾ X1 ഇപ്പോൾ ഒന്ന് X6, X7, X8, X9 പോർട്ടിൽ വരുന്ന എല്ലാ ഹിറ്റും, എല്ലാ IP-യുടെ ഹിറ്റും ഡയറക്റ്റായിട്ട് എൻ്റെ X0 തന്നെ വരണം എന്ന് കമ്പൽസറി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഹിറ്റ് വന്നാൽ കൂടെ തന്നെ X0 വന്ന് ചെക്ക് ചെയ്ത് നോക്കും ഈ ഒരു IP ഇതിൻ്റെ അകത്തുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് അലോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അലോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്ത് വിട്ടേക്കും. പിന്നെ അതിൻ്റെ ലിങ്ക്, അപ്പോൾ ഓരോ ലിങ്കിനും ഓരോരോ ഇതായിരിക്കും. ഇപ്പോൾ സിഫിയോ ഇല്ലെങ്കിൽ എയർടെൽ ആണെങ്കിൽ എയർടെലിൻ്റെ സ്പീഡ് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ എയർടെലിൻ്റെ IP ബേസ് ചെയ്ത് വരുന്നതെല്ലാം എയർടെൽ IP അത് വന്ന് X6 ആണെങ്കിൽ X6 വരുന്ന എല്ലാം ഡയറക്റ്റ് ഒരു X0 എടുക്കും. ഇപ്പോൾ ഞാനിത് കൊടുത്തേക്കുന്ന X6, X7, X8, X9 ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിലെല്ലാം വരുന്ന പോർട്ടിൽ വരുന്ന ഹിറ്റെല്ലാം ഡയറക്റ്റ് പോർട്ട് ഷീൽഡിൽ നിന്നാണ് ഇൻ്റർഫേസിൽ നിന്ന് റീറൗട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് അതിലായിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ IPസും ബാക്കിയുള്ള എൻ്റെ കയ്യിലുള്ള നെറ്റ്വർക്കിലുള്ള IP റിലേറ്റഡ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അലോ ചെയ്യും, ഇല്ലെങ്കിൽ അതിന് ഡ്രോപ്പ് ചെയ്യും. പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ വരുന്ന ഇതൊന്ന് X0 വരുന്നത് പോലെ തന്നെ വരുന്ന ഹിറ്റ് ഫുള്ളായിട്ട് ഞാൻ സോൺ ബേസ് ചെയ്താണ് വരുന്നുണ്ടെങ്കിൽ കൊടുത്താൽ കൂടെ തന്നെ എനിക്ക് ആ സോൺ ബേസ് ചെയ്തില്ല അതിൻ്റെ അകത്ത് ഒത്തിരി പ്രൊട്ടക്ഷൻസ് ഉണ്ട്. എൻ്റെ നെറ്റ്വർക്കിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും സോൺ ബേസ് ചെയ്ത് വരുമ്പോൾ. ഇപ്പോൾ എങ്ങനെയാണ് ഒരു സോൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സോൺ ടാബിൽ പോവുക, ഇല്ലെങ്കിൽ അതിലൊരു ഇൻ്റർഫേസ് ഫസ്റ്റ് നമ്മൾ സോൺ ടാബിൽ പോകുന്നുണ്ട്. സോൺ ടാബിൽ ബേസ് ചെയ്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇൻ്റർഫേസിൽ പോകുന്നുണ്ട്. ഇൻ്റർഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഞാനിപ്പോൾ ഒരു സോൺ ബേസ് ചെയ്ത് ഞാനിപ്പോൾ സോണിൽ പോകാതെ തന്നെ ഇൻ്റർഫേസിലോ എന്ന് വേണമെങ്കിൽ എനിക്ക് സോണൊന്നും ബേസ് ചെയ്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇൻ്റർഫേസിൽ പോയി ഇൻ്റർഫേസിൽ നിന്നായിരിക്കും ആദ്യം ഒന്ന് ചെയ്യുന്നത്. അവിടെ ഒന്ന് പുതിയതായിട്ടൊന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോർട്ടായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ തന്നെ അതിൽ ഫസ്റ്റ് സോൺ ബേസ് ചെയ്തുകൊണ്ട് അൺമാനേജർ ആണെന്നുള്ള ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത് അൺഅസൈൻഡ്. ഇപ്പോൾ X7 ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അത് ലാൻ വാൻ DMS സോണ് വൈഡ് ഏരിയ ലാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ LAN ഉണ്ട്, HQ LAN ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വന്ന് ലാൻ ബേസ് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ വാൻ ബേസ് ചെയ്ത് ലാൻ ബേസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലാൻ്റെ അകത്ത് തന്നെ പിന്നെ റേഞ്ച് ബേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് IP ബേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊന്ന് സോൺ ബേസ് ചെയ്തോ വാൻ ബേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഒരു പബ്ലിക് IP മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. വാൻ ബേസ് ചെയ്യുന്ന പബ്ലിക് IP, പിന്നെ അതിൻ്റെ ഒന്ന് DNS. ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് സോൺ ബേസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ സോൺ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു എയർടെലാണെങ്കിൽ എയർടെലിനൊരു സോൺ എന്ന് പറഞ്ഞ ഒരു നെയിം കൊടുത്തേക്കും. അപ്പോൾ എയർടെലിൻ്റെ IPയിലോ ഇല്ലെങ്കിൽ എൻ്റെ പേരിലോ ഞാൻ എൻ്റെ പേരിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേരിൽ കൊടുത്തേക്കുമ്പോൾ വരുന്ന എല്ലാ ഇതും ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഉള്ളിൽ വരാനുള്ളത്. അലോ ഇൻ്റർഫേസ് ട്രസ്റ്റ് ചെയ്യുക. കാര്യം വരുന്ന എല്ലാ ഹിറ്റും വന്ന് എനിക്ക് സോണി വന്നു കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അത് ഇനേബിൾ വന്ന SSL കൺട്രോള്, പിന്നെ ഗേറ്റ് ആൻറ്റി വൈറസ് സർവീസസ് എല്ലാം ഇനേബിൾ ആയിരിക്കും. പിന്നെ ഇനേബിൾ ആൻറ്റി വൈറസ് സ്പൈവെയർ, പിന്നെ IPS, പിന്നെ ആപ്പ് കൺട്രോൾസ് ടോട്ടലായിട്ടുള്ള ഇതിലെല്ലാം ഞാൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CFS പോളിസീസ് എല്ലാം ഞാൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഹിറ്റ് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന എല്ലാ ഹിറ്റും വന്ന് എൻ്റെ സോണിൽ വന്ന് ട്രസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിൽ അലോ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അലോ ചെയ്തിട്ട് അതൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടേക്കും. ഇത് ഉള്ളിൽ അലോ ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലൊരിടത്ത് ഹിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ലെവലിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇഷ്യൂസ് വരാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് തന്നെ ഈ സോൺ ബേസ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി ഹിറ്റ് വരുന്നതാണ്. ഇപ്പോൾ ഡയറക്റ്റ് ഹിറ്റിനെക്കാട്ടി സോൺ ബേസ് ചെയ്ത് വരുമ്പോൾ അത് എൻഡ് ടു എൻഡ് ഒന്ന് ഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ഓരോ ഇത് SSL അല്ലെങ്കിൽ SSL, പിന്നെ HTTPS എല്ലാ എൻഫോഴ്സ്മെൻറ്റ് എല്ലാം അതിലൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് മാത്രമേ ഉള്ളിൽ അതിന് പെർമിഷൻ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കത്തില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഈ സോണ് ഇപ്പോൾ ഒന്ന് DMS സോണ്, ഇപ്പോൾ സോണ് കൊടുത്തതുപോലെ തന്നെ DMS സോൺ എന്നായിരുന്നാലും കൂടെ തന്നെ ഇതേ കൺസെപ്റ്റ് തന്നെ ഔട്ട്സൈഡിൽ നിന്ന് വന്ന് ആരെങ്കിലും വൈഫൈ യൂസ് ചെയ്യുന്ന നമ്മുടെ ഓഫീസിൽ വന്ന് വൈഫൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്ന് നമ്മുടെ നെറ്റ്വർക്കിൽ വരാതെ വേറൊരു നെറ്റ്വർക്ക് ത്രൂ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് വേറൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ അത് സോണ് ഞാൻ അതിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്.
ഈ സോണ് കോൺഫിഗർ ചെയ്ത പോലെ തന്നെ പിന്നെ പോർട്ട് ഷീൽഡ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പോർട്ട് ഷീൽഡ് ചെയ്യുന്നത് ഇതേ ഒരു കൺസെപ്റ്റാണ്. വരുന്ന എല്ലാ ഹിറ്റും വന്ന് ഡയറക്റ്റായിട്ട് X7 X5 വേറൊരു പോർട്ടിൽ വരുന്ന എല്ലാ ഹിറ്റും ഡയറക്റ്റായിട്ട് മാനേജ്മെൻറ്റ് പോർട്ടിൽ പോയി ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിൽ അലോ ചെയ്യത്തുള്ളൂ. അതാണ് പോർട്ട് ഷീൽഡ് എന്നുള്ള കൺസെപ്റ്റ്. അതെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് MPLS ബേസ് ചെയ്തുള്ള ഹബ് ആൻഡ് സ്പോക്ക് എന്നുള്ള കൺസെപ്റ്റിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. OSPF, IGRP, EGRP, BGP ബേസ് ചെയ്തുള്ള ഔട്ട്സൈഡ് ഹിറ്റ്, ഏരിയ ടു ഏരിയ എന്നുള്ള ഹിറ്റിൽ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും. പോർട്ട് ഷീൽഡ് വഴി ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ അകത്ത് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ചസ് ഒരു 50 ബ്രാഞ്ചോ അല്ലെങ്കിൽ 60 ബ്രാഞ്ചോ അല്ലെങ്കിൽ 100 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ 100 ബ്രാഞ്ചും ഡയറക്റ്റായിട്ട് എൻ്റെ ഹെഡ് ഓഫീസിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിനെ പറയുന്നൊരു കൺസെപ്റ്റാണ് ഹബ് ആൻഡ് സ്പോക്ക് എന്നുള്ള കൺസെപ്റ്റ്. വന്ന് ഡയറക്റ്റായിട്ടുള്ള എൻ്റെ റൗട്ടറിലായിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. ആ റൗട്ടർ എൻ്റെ ഇതിലൊന്ന് പോർട്ട് ഷീൽഡായിരിക്കും. അപ്പോൾ അത് പോർട്ട് ഷീൽഡ് ചെയ്യുമ്പോൾ തന്നെ ഞാനത് സോൺ ബേസ് ചെയ്ത് വരുന്ന കഴിഞ്ഞാൽ അത് സോണിൽ പോയി എൻ്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണോ ബാക്കി ഇതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഉള്ളിൽ അലോ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിൽ വന്ന DMS സോൺ എങ്ങനെയാണ്? DMS സോൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ സ്റ്റാറ്റിക് ബേസ് ചെയ്തോ പോർട്ട് ഷീൽഡ് ബേസ് ചെയ്തോ നമ്മൾ ഇൻ്റർഫേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ DMS സോൺ വരുമ്പോൾ നമ്മളൊരു റേഞ്ച് ഓഫ് IP അല്ലെങ്കിൽ സ്റ്റാറ്റിക് IP കൊടുത്തിട്ട് ഈ ഒരു IP ബേസ് ചെയ്തായിരിക്കും ഉള്ളിൽ വരേണ്ടതെന്ന് കൊടുത്തിട്ട് അത് ബേസ് ചെയ്ത് വരുന്നത്. പിന്നെ ചെയ്യുമ്പോൾ തന്നെ മാനേജ്മെൻറ്റ് ബേസ് ചെയ്തുള്ള HTTP HTTPS പിങ് SSH ഒന്നും ഇനേബിൾ ചെയ്യരുത്. ഇത് മെയിനായിട്ടാണ് കൊടുക്കുന്നത്. HTTPSും HTTPSും വന്ന് എപ്പോഴും ഒന്ന് ബാക്ക് എൻഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് ഇനേബിൾ ചെയ്യുമ്പോൾ തന്നെ അത് റീഡയറക്റ്റ് HTTP ആയിരുന്നെങ്കിൽ HTTPന് റീഡയറക്റ്റ് HTTPS എന്നുള്ള കൺസെപ്റ്റിലായിരിക്കും ചെയ്തത്. ഫുള്ളായിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷൻസ്, അതിൻ്റെ റിപ്പോർട്ടിങ് ഇതെല്ലാം ഒന്ന് ടോട്ടലായിട്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കും ചെയ്തത്. പിന്നെ അതിൽ തന്നെ ഉണ്ടല്ലോ OSPF BGP എന്നുള്ള കൺസെപ്റ്റിലുണ്ട്. അതെല്ലാം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ OSPF എന്ന ഏരിയ ടു ഏരിയ ബേസ് ചെയ്തുള്ള ഹിറ്റിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിൽ അലോ ചെയ്തതുള്ളൂ. നെക്സ്റ്റ് വരുന്ന ഇതിനകത്ത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് ലോഡ് ബാലൻസിങ്. ലോഡ് ബാലൻസിങ് എന്നുള്ള കൺസെപ്റ്റ് ഡീഫോൾട്ട് വന്ന് ഇതിൻ്റെ ഇനേബിൾ ലോഡ് ബാലൻസിങ്ങും അതേപോലെ റിപ്പോർട്ട് ചെയ്ത ഇത് ലോഡ് ബാലൻസിങ് എന്നുള്ള കൺസെപ്റ്റ് റെസ്പോണ്ട് ടു ദ പ്രോപ്സ്. അപ്പോൾ ഇതിലൊന്ന് നമ്മൾ അവിടെ എയർടെൽ വോഡഫോൺ രണ്ട് ലീസ് ലൈൻ ഉണ്ടെങ്കിൽ ഒരു ലീസ് ലൈൻ ഡൗൺ ആയി കഴിഞ്ഞാൽ ഓവർടേക്കിംഗ് ചെയ്യുക. മീൻസ് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അടുത്തത് വഴി ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഓവർലോഡിങ്. അപ്പോൾ ഓവർലോഡിങ് നമ്മൾ പെർസെൻറ്റേജ് ബേസ് ചെയ്ത് ചെയ്യാം. ഇല്ലെങ്കിൽ X1 X2 40%, 30%, 50% മാറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ടോട്ടലായിട്ട് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത് എടുത്തിട്ട് പോകണമെന്നുള്ള ബേസ് ചെയ്ത് നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതിൽ ലോഡ് ബാലൻസിങ്ങിൻ്റെ X1 X2 ഒക്കെ ഇനേബിൾ ചെയ്ത് വിടുക. ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ അത് ഇനേബിൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് X1 X2 എന്നുള്ള ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണും. ആ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് വന്ന് റൈറ്റ് സൈഡിലോട്ട് ചെയ്യുക. പിന്നെ അതിൽ സ്പ്ലിറ്റ് ഓവർ, പിന്നെ അതുപോലെ പെർസെൻറ്റേജ് ബേസ് ചെയ്ത് ഡീഫോൾട്ട് അതിലെ ടൈപ്പ് എങ്ങനെയാണ് കൊടുക്കാനുള്ളത്. പെർസെൻറ്റേജ് ബേസ് ചെയ്താണെങ്കിൽ പെർസെൻറ്റേജ് ബേസ് ചെയ്ത് ഇപ്പോൾ കോർപ്പറേറ്റിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണെങ്കിൽ ഒരു 20% യൂസ് ചെയ്താൽ മതി. അതേപോലെ 40% യൂസ് ചെയ്ത് അതേപോലത്തെ കൺസെപ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഇതിൽ കൊടുക്കാം. അതാണ് ലോഡ് ബാലൻസിങ്. ലോഡ് ബാലൻസിങ് ഏതൊരു ഫയർവാൾ ആയിരുന്നാലും ഫസ്റ്റ് വന്ന് ലോഡ് ബാലൻസിങ് എന്ന കൺസെപ്റ്റെല്ലാം ബാക്ക് എൻഡിൽ ചെയ്യണം. 2-3 പ്രൊവൈഡർ ആണെന്നുണ്ടെങ്കിൽ ലോഡ് ബാലൻസിങ് ഈ 2-3 പ്രൊവൈഡർ X1 X2 X3 എന്നുള്ള ഇത് 3 നമ്മൾ ആഡ് ചെയ്തിരിക്കണം ലോഡ് ബാലൻസിങ്ങിന്. ആ 3 ആഡ് ചെയ്യുമ്പോൾ 3 നാറ്റിങ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഒന്ന് ഡൗൺ ആണെങ്കിൽ അടുത്ത ഇതിലായിരിക്കും. ഇത് മെയിനായിട്ടുള്ള അടുത്തൊരു സെക്ഷനാണ് DNS, ഡൊമൈൻ നെയിം ബേസ് ചെയ്തുള്ളത്. അപ്പം നമുക്കൊന്ന് ഓരോ പ്രൊവൈഡർ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പബ്ലിക് IP, പിന്നെ അതിൻ്റെ DNS. എയർടെലിനാണെങ്കിൽ എയർടെലിൻ്റെ DNS കാണിക്കും. അതിൻ്റെ ഗൂഗിളിൻ്റെ തന്നെ ഡിഫോൾട്ട് DNS എന്ന് പറയുന്നത് പോലെ 8888 എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് 8844 എന്നുള്ളത് കൂടെ ചേർന്നാണ് വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ പ്രൊവൈഡറിൻ്റെ ഡിഫോൾട്ട് DNS ഏതാണ് ആ ഒരു DNS ബേസ് ചെയ്തായിരിക്കും അത് ബാക്ക് എൻഡ് വർക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് അഡ്രസ് സബ്ജക്ട്സ്. ഈ അഡ്രസ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ടോട്ടലായിട്ട് നമ്മൾ ഇൻ്റർഫേസ് ഗ്രൂപ്പിംഗ് ഇതെല്ലാം ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഒത്തിരി നെറ്റ്വർക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ ടോട്ടലായിട്ട് നമ്മളൊന്ന് ഒരു അഡ്രസ്സ് ബേസ് ചെയ്താണ് ചെയ്യേണ്ടത്.
ഇപ്പോൾ ഒരു 192 എന്നുള്ള സീരീസ് ഉണ്ടെങ്കിൽ 192 സീരീസിൽ IP റേഞ്ചസ് ഈ ചെയ്തതിന് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ അഡ്രസ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു നെയിം കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പേരായിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ലാൻ IP ആണെങ്കിൽ നമ്മൾ റേഞ്ച് ബേസ് ചെയ്താണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 50 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 50 പേർക്കും കൂടെ ചേർത്ത് ആ ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള റേഞ്ച് ഈ ഒരു സ്റ്റാർട്ടിങ് 1 മുതൽ 50 വരെയുള്ള IP റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം കൊണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഇതുപോലെ ഒത്തിരി ഗ്രൂപ്പുകളായിരിക്കും ഇതിന് ചെയ്യുന്നത്. ഇതൊന്ന് നമുക്ക് ഏറ്റവും കൂടുതലൊന്ന് നമുക്ക് ഫയർവാളിനെ കൂടുതലൊന്ന് ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ബേസ് ചെയ്ത് നിറയെ നെയിം, ഇപ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേര് ഇൻഡിവിജ്വൽ നെയിം കൊടുക്കുന്നതിനെ കാട്ടി അവരെല്ലാവരും ചെയ്യുന്ന ഒരേ ഒരു വർക്കായിരിക്കും ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരേ ആക്സസ്സാണ് ആവശ്യമുള്ളത്. അവർക്ക് അതുപോലെ തന്നെ അവർക്കൊന്ന് ഗൂഗിൾ വേണം, യൂട്യൂബ് വേണം, ഇതുപോലെ ഒരു കാറ്റഗറീസ് വേണം. അപ്പോൾ ആ വരുന്ന കാറ്റഗറീസ് എല്ലാം നമുക്കൊന്ന് ഈസി ആയിട്ട് ഫയർവാളിൻ്റെ സെക്യൂരിറ്റി റൂള് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റും അഡ്രസ് ഒബ്ജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഈ റീസൺ. നാറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫയർവാൾസ് ഇപ്പോൾ വരുന്ന സെക്യൂരിറ്റി ബേസ് ചെയ്തുള്ള ഈ ടാഗിങ് എല്ലാം വന്ന് ഈ ഒബ്ജക്റ്റ് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക, ഒത്തിരി ഒബ്ജക്റ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുക, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു കൗണ്ട് കുറച്ചിട്ട് ഗ്രൂപ്പിംഗ് ബേസ് ചെയ്തോടെ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഞാനൊരു ടെസ്റ്റ് എന്നുള്ളൊരു ഇതിലകത്ത് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് എന്നുള്ളൊരു ഗ്രൂപ്പ് കൊടുത്തിട്ട് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് ഏതൊക്കെ ഒബ്ജക്റ്റാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 10 ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി 10 ഒബ്ജക്റ്റ് റേഞ്ച് 5 പീസ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ റേഞ്ചസ് ആ 192 മുതൽ ആ ഒരു സീരീസ് മുതൽ ഈ സീരീസിൻ്റെ അകത്തുള്ള എല്ലാവരും വന്ന് ഈ ഗ്രൂപ്പ്, ഈ ഒരു സീരീസ് മുതൽ അടുത്തൊരു സീരീസിലുള്ള എല്ലാ IPസും വന്ന് ഈ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പ് എല്ലാം കൂടെ ഒരേ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് മാത്രമേ കാണിക്കാവൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് സബ് ഗ്രൂപ്പ് എത്രയുണ്ട് ആ സബ് ഗ്രൂപ്പ് എല്ലാം വന്ന് ഇതിൻ്റെ അകത്തായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒരേ ഒരു റൂൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആ റൂളിൻ്റെ അകത്ത് വരുന്ന പോളിസീസ് ആ എൻ്റയർ സബ് ഗ്രൂപ്പിൻ്റെ അകത്ത് വരുന്ന എല്ലാവർക്കും അത് എഫക്റ്റാണ്. പിന്നെ സർവീസ്, ഇത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും തന്നെ നാറ്റിങ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നാറ്റിങ്സ് ആണ്. ഈ നാറ്റിങ് ചെയ്യുമ്പോഴും നമ്മൾ സർവീസസ് ബേസ് ചെയ്താണ് നമ്മൾ നാറ്റ് ചെയ്യുക. അപ്പോൾ ഈ സർവീസസ് ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ HTTP, HTTPS, പിന്നെ അതുപോലെ തന്നെ RDP, UDP, പിന്നെ മെയിൽ ബേസ് ചെയ്തുള്ള പോർട്ട്. അപ്പോൾ ഓരോരോ പോർട്ടിൻ്റെ ബേസ് ചെയ്തായിരിക്കും നമ്മളൊന്ന് ആ സർവീസ് ബേസ് ചെയ്തായിരിക്കും നമ്മൾ നാറ്റിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഔട്ട് സൈഡിലിരിക്കുന്നവർ ഒന്ന് റിമോട്ട് എടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു IP പബ്ലിക് IPയിൽ നമ്മളൊന്ന് ഏതെങ്കിലും ഒരു IASO ഇല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ഇത് വന്ന് ഔട്ട് സൈഡിലേക്ക് നമ്മുടെ ഒരു ഓഫീസിൽ HOയിൽ ഇരിക്കുന്ന ഒരു URLനെ വന്ന് ഔട്ട് സൈഡിൽ ഇരുന്നിരിക്കുന്നവർക്ക് ആക്സസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് HTTPS ചെയ്തതായിരിക്കും അവർ ഹിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മളൊന്ന് സർവീസ് എന്നുള്ള അത് ഇനേബിൾ ആയിരിക്കണം. അതിന് അതിനൊരു നെയിം നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനൊരു ഗ്രൂപ്പ് നെയിം കൊടുക്കും. ആ ഗ്രൂപ്പ് നെയിമിൻ്റെ അകത്ത് ഈ സർവീസസിനെല്ലാം ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പായിട്ട് കൊടുത്തിട്ട് ഇൻഡിവിജ്വൽ സർവീസസൊക്കെ റെഡിയാക്കുക. ഇൻഡിവിജ്വൽ സർവീസ് റെഡി ആയിട്ട് അതിൻ്റെ ഇൻഡിവിജ്വൽ സർവീസസിനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കുക. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ ഇൻഡിവിജ്വലായിട്ടുള്ള ഏതൊക്കെ HTTP, HTTPS, RDP ഇതെല്ലാം ഒന്ന് ഇനേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്ന് ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് അത് ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നാറ്റിങ് ഒന്ന് ഫ്രം ഒബ്ജക്റ്റ്, ഡെസ്റ്റിനേഷൻ, പിന്നെ ഏത് സർവീസസ് എന്നാണ് നാറ്റ് ചെയ്യേണ്ടത് ആ ഒരു സെക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂസർ ഗ്രൂപ്പിനെ മാത്രം ടാഗ് ചെയ്താൽ മതി. ഒത്തിരി നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നിറയെ സർവീസസ് ഒത്തിരി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ടാണ് ടാഗ് ചെയ്യാനുള്ളത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ യൂസറിൻ്റെ ഇതിൻ്റെ സർവീസസും ചെയ്യുന്നത്. HTTP മാനേജ്മെൻറ്റ്, HTTPS മാനേജ്മെൻറ്റ്, റീഡയറക്റ്റ്, പിന്നെ അതുപോലെ പിങ്, ടെൽനെറ്റ് അതെല്ലാം നമ്മൾ ഇതേപോലെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് നെയിം മാത്രം നമുക്ക് അവിടെ ആഡ് ചെയ്ത് തരും മാറ്റിംഗ് സെക്ഷനിൽ. ഇത് വന്ന് ഫുള്ളായിട്ട് സർവീസ് എന്നുണ്ട്. പിന്നെ ഒന്ന് റൗട്ടിംഗ് എന്ന് പറയുന്നതാണ് മെയിൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിത്. നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതിനോടാണ് റൗട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു റൗട്ടിംഗ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ റൗട്ടിംഗ് റൂൾസ്, ഈ റൂൾസ് എഴുതുന്നത് ഈ ഒരു സെക്ഷന്. മീൻസ് ഈ റൗട്ടിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു സർവീസ് ഒന്ന് ഏത് IP വഴി വർക്കാവണം, ഈ IP വഴി വർക്കായി കഴിഞ്ഞാൽ ഇത് ഏത് വഴി പോകണം, ഇതിൻ്റെ ഗേറ്റ് വേ ഏതാണ്, ആ ഒരു സെക്ഷനെല്ലാം ചെയ്യുന്നത് ഈ നാറ്റിങ്ങിലും റൗട്ടിംഗ് എന്നുള്ള സെക്ഷനിലാണ് ചെയ്യേണ്ടത്. ഇതിൽ നാറ്റിങ്ങിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നാറ്റിങ്ങിൽ തന്നെ അത് അറിയാൻ പറ്റും. ആ നാറ്റിങ്ങിൽ അതിൽ കറക്റ്റായിട്ട് അത് കൊടുത്തിട്ടുണ്ട്.
എക്സാമ്പിൾ തന്നെ നാറ്റിങ്ങിൻ്റെ ഒരു സെക്ഷൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ കാണിക്കുന്ന എക്സാമ്പിൾ ഞാൻ കുറച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നാറ്റിങ് നാറ്റ് പോളിസി. ഈ നാറ്റ് പോളിസിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതേപോലെ തന്നെ റൗട്ടിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്. എപ്പോഴും ഡെസ്റ്റിനേഷൻ IP, അതുപോലെ തന്നെ സോഴ്സ് ഒറിജിനൽ IP, ഏതിൽ നിന്നാണോ നമ്മളത് ചെയ്യുന്നത്, ഏതിൽ നിന്നാണോ ആക്സസ് ചെയ്യുന്നത്, പിന്നെ ഇൻ ഓർ ഔട്ട്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഏതാണ്, അപ്പോൾ ഒന്ന് അതിൻ്റെ X1 ആണോ X2 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഗേറ്റ് വേ ഏതാണോ, ഏത് സർവീസസ് റിലേറ്റഡ് ആണ് നമ്മളൊന്ന് അതിനെ ആക്സസ് ചെയ്യേണ്ടത്, ഇൻബൗണ്ടിൻ്റെ ഇൻ്റർഫേസ് ഏതാണ്, ഔട്ട് ബൗണ്ടിൻ്റെ ഇൻ്റർഫേസ് ആണ്. നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഏത് പോർട്ട് വഴി ഉള്ളിൽ വരണമെന്നും ഔട്ട് സൈഡിലോട്ട് പോകുമ്പോൾ ഏത് പോർട്ട് വഴി നമ്മൾ പോകണമെന്നുള്ളത് നമ്മൾ ഈ നാറ്റിംഗ് പോളിസിയിലുള്ള ഇതിലാണ് നമ്മളത് കോൺഫിഗർ ചെയ്യേണ്ടത്. ട്രാഫിക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇൻ ആൻഡ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരേ പോർട്ടിൻ്റെ അകത്താണ് ഇന്നും ഔട്ടും വരുമ്പോൾ അവിടെ ഒന്ന് ഒത്തിരി ട്രാഫിക് കൂടുതലായിരിക്കും, ഡാറ്റ പാക്കറ്റ്സിൻ്റെ ട്രാഫിക് കൂടുതലായിരിക്കും. പിന്നെ അതിൻ്റെ കൊളൈഡ്സ് അവിടെ ഒന്ന് ഹിറ്റാവുന്നതിന് പിന്നെ പോർട്ട് ഒന്ന് ഹാങ് ആവാനും കൂടുതൽ ചാൻസസ് ഒരേ ഒരു പോർട്ടിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത് വരാൻ കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഇൻ ആൻഡ് ഔട്ട് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, ട്രാഫിക്കിനെ ഒന്ന് കുറയ്ക്കുക. എന്നുവെച്ചാൽ ഒരു പോർട്ടിൽ ഇന്നിനും ഒരു പോർട്ടിന് ഔട്ടിനും വേറെ നാറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ നാറ്റിങ്ങും ഓരോരോ പോർട്ട് ബേസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ മാക്സിമം ഉള്ള എല്ലാ ട്രാഫിക്കിനെയും നമുക്കൊന്ന് സ്പ്ലിറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വന്ന് AWS ബേസ് ചെയ്തുള്ള ആമസോൺ വെബ് സർവീസസ്. ആമസോണിൻ്റെ വന്ന് നമുക്ക് ലോഗിൻ ക്രെഡൻഷ്യലുണ്ട്, ഡയറക്റ്റായിട്ട് തന്നെ ഇതിൽ തന്നെ പോയിൻ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള അതിലൊന്ന് ബക്കറ്റ്സ് ബേസ് ചെയ്തുള്ളതും പിന്നെ അതിൻ്റെ സ്റ്റോറേജ് ഇതെല്ലാം വന്ന് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ അതിൻ്റെ ആക്സസ് കീയും പിന്നെ സീക്രട്ട് കീവേഡും ബേസ് ചെയ്തായിരിക്കും നമ്മൾ ലോഗിൻ ക്രെഡൻഷ്യലായിരിക്കും അതിലൊന്ന് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ഡയറക്റ്റായിട്ട് റീറൂട്ട് ചെയ്താണ് പോകുന്നത് ഫുള്ളായിട്ട്. ഇത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഇതിൽ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ലോഗിൻ ആവും. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കോൺഫിഗറേഷൻസ് ചെയ്യാനും ബാക്കിയുള്ള ഇതെല്ലാം ഒന്ന് അതിൽ നിന്ന് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ആമസോണിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഹിറ്റ് വരുന്നു ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നാറ്റിംഗ് സെക്ഷൻ അവിടെ നിന്നുള്ള നാറ്റിംഗ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ സോണി ഫയർവാളിലായിരിക്കും ഹിറ്റാവുന്നത്. ഹിറ്റായി കഴിയുമ്പോൾ ഡയറക്റ്റ് ഉള്ളിൽ അലോ ചെയ്യുന്ന എല്ലാം ഈ ഒരു സെക്ഷനിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം വരുന്നുണ്ട് വാൻ റിലേറ്റഡ് പെർഫോമൻസ്, അതുപോലെ അത് ആണ് വരുന്നത്. നെക്സ്റ്റ് വന്ന് VPN ഗ്രൂപ്പ്. ഈ VPN എന്നുള്ളവർ എന്നാൽ പിന്നെ ആക്സസ് പോയിൻ്റ് എന്ന് ഇപ്പോൾ ഫുള്ളായിട്ട് ഈ നമ്മൾ വയർലെസ് നെറ്റ്വർക്കിംഗ് ബേസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ മൊബൈലിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനത്തെ ഇത് ബേസ് ചെയ്ത് ചെയ്യുന്നതിന് ആക്സസ് പോയിൻ്റ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു വൈഫൈ ഡിവൈസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതാണ് ആക്സസ് പോയിൻ്റ് എന്നുള്ള കൺസെപ്റ്റ്. ആര് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നെങ്കിൽ തന്നെ എൻ്റെ ആക്സസ് പോയിൻറ്റിൻ്റെ അകത്തുള്ള നെയിമിൽ വരുന്ന വിർച്വൽ നെയിമിൻ്റെ അകത്ത് വന്നാൽ മാത്രമേ എനിക്കതിൻ്റെ ഇൻ്റർനെറ്റ് ആക്സസ് ഒന്നും എനിക്ക് കിട്ടത്തുള്ളൂ. അതിന് സെപ്പറേറ്റ് ഒരു ID ഇല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് അത് ചെയ്യാം. ഇല്ലെങ്കിൽ DSP ബേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് IP എല്ലാ മൊബൈലിനും IP ഒന്നും ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ഓപ്ഷൻസ് അല്ല അതിൽ അത് തന്നെ വരും. പിന്നെ ഇതിൽ വരുന്ന ഫയർവാൾ സെറ്റിങ്സ്. ഈ ഫയർവാൾ സെറ്റിങ്സിലാണ് നമ്മുടെ ബാൻഡ് വിത്ത് ഒരാൾക്കൊന്ന് ഇത്ര ബാൻഡ് വിത്ത് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, ഒരു ഇത്ര ബാൻഡ് വിത്ത് യൂസ് ചെയ്യും, ഒരു ഈ ബാൻഡ് വിത്ത് ഈ ഒരു ഗേറ്റ് വേ വഴി മാത്രമേ വർക്കാവൂ, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഫയർവാൾ സെറ്റിങ്സിൻ്റെ അകത്താണ് വരുന്നത്. ഫയർവാളിൻ്റെ അകത്ത് തന്നെ നാറ്റിങ് ഇതെല്ലാം വരുന്നത്. പിന്നെ ഇതിൽ QoS മാപ്പിങ് അതൊന്ന് MPLS തന്നെ നമുക്കൊന്ന് ഡാറ്റയും പിന്നെ അതിൻ്റെ വോയിസിൻ്റെയും നമ്മളെ പാക്കറ്റ്സ് ഒന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനും പിന്നെ അതിനെ ഒന്ന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇത്ര MB ഇവർ ഇത്രയായിരുന്നു യൂസ് ചെയ്യേണ്ടത്, ഇവർക്ക് ഇത്ര യൂസ് ചെയ്യാവൂ എന്നുള്ള കൺസെപ്റ്റ് എല്ലാം ചെയ്യുന്നത് ഈ QoS മാപ്പിംഗ് ബേസ് ചെയ്താണ് വരുന്നത്.
പിന്നെ ഫയർവാളിന് ആപ്പ് റൂള്, ഇതിലൊരു ഇതും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഫയർവാളിൻ്റെ തന്നെ ആപ്പ് റൂൾസ്, ഇപ്പോൾ ഒന്ന് യൂട്യൂബ് മാത്രമാണ്, അല്ലെങ്കിൽ മൾട്ടിമീഡിയ ബേസ് ചെയ്തൊന്നും ആർക്കും വർക്ക് ചെയ്യരുത്. ഇതൊക്കെ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്തുള്ള റൂൾസാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി. ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെയൊക്കെ അവരൊന്ന് ട്രൈ ചെയ്താൽ കൂടെ തന്നെ വർക്ക് ആവത്തില്ല. ഇപ്പോൾ അവർ ഡയറക്റ്റ് IP ത്രൂ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ, ഇപ്പോൾ യൂട്യൂബിന് മുന്നിൽ വന്ന് ഗൂഗിളിൻ്റെ അകത്ത് പോകുമ്പോൾ അതിൻ്റെ Gmail, അപ്പോൾ Gmail എന്നുള്ള ഇത്, പിന്നെ അതുപോലെ തന്നെ നിറയെ ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്ത്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ നെയിമോ അല്ലെങ്കിൽ മൾട്ടിമീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള നെയിം കൊടുത്തു കഴിഞ്ഞാൽ കൂടെ തന്നെ ടോട്ടലായിട്ട് യൂട്യൂബ് എന്നുള്ള ആ ഒരു വേർഡിൽ നിന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യും. അവർക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ അതിൻ്റെ കൺട്രോൾ ഒരിക്കലും സോണിക് ഫയർവാളൊന്നും അത് അലോ ചെയ്യത്തില്ല. പിന്നെ അതേപോലെ തന്നെ കണ്ടൻറ്റ് ഫിൽറ്റർ, അതൊരു ഇമ്പോർട്ടൻറ്റ്. അതേപോലെ കണ്ടൻറ്റ് ഫിൽറ്റർ 2 തരത്തിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കണ്ടൻറ്റ് ഫിൽറ്റർ ഒന്ന് ഒബ്ജക്ട്സ് ബേസ് ചെയ്തും, പിന്നെ ഒന്ന് കണ്ടൻറ്റ് ഫിൽറ്റർ പോളിസീസ് ബേസ് ചെയ്തും. ഇതിൽ കണ്ടൻറ്റ് ഫിൽറ്റർ ഒബ്ജക്റ്റ് ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിന് മുമ്പ് തന്നെ ഈ ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ് ബേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പോൾ അത് ബേസ് ചെയ്ത് കണ്ടൻറ്റ് ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത് ഫയർവാൾ ഒന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഫയർവാളിൻ്റെ ഫിൽറ്റർ പോളിസീസ്, ഈ ഫിൽറ്റർ പോളിസീസ് എന്ന് പറയുമ്പോൾ തന്നെ URL ബേസ് ചെയ്ത്, ഈ URL എല്ലാം വർക്കാവണം, ഈ URL വർക്കാകാൻ പാടില്ല. പിന്നെ ആക്സസ് ചെയ്യുമ്പോൾ ആക്സസിൻ്റെ ഒരു ഫിൽറ്റർ റൂൾ ഇതായിരിക്കണം. അപ്പോൾ ഈ ആക്സസ് എന്ന് പറഞ്ഞ ഫിൽറ്റർ റൂളിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ്സ് മാത്രമേ വർക്കാവൂ, വേറെ ഒരു വെബ്സൈറ്റും വർക്കാകരുതെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ റൂളൊക്കെ ബേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വർക്കാവും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നിറയെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് സെർച്ചിങ്, ഗെയിമിങ്, പിന്നെ അതിന് മിലിറ്ററി റിലേറ്റഡ് അതെല്ലാം ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിംഗ് സെക്ഷൻ തന്നെ ഈ ഫിൽറ്റർ പോളിസി എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ്റെ അകത്താണ് വരുന്നത്. ഈ കണ്ടൻറ്റ് ഫിൽറ്റർ പോളിസീസ് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ നമ്മളൊരു പോളിസി ആയിരിക്കും ചെക്ക് ചെയ്യും. അപ്പോൾ ആ പോളിസിക്കകത്ത് തന്നെ നമ്മൾ എപ്പോഴും ആ പോളിസി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള പോളിസി റൂള് ഓരോ നെയിം ബേസ് ചെയ്ത് നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഒരു HR എന്നുള്ളതാകുമ്പോൾ HRന് ഒരു ഫിൽറ്റർ പോളിസി ചെയ്യണം. അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിന് ഗവൺമെൻറ് സൈറ്റ്സൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്, അപ്പോൾ അതിനൊരു പോളിസി ചെയ്യുക. പിന്നെ ഏജൻസോ ഇല്ലെങ്കിൽ വന്നാൽ ഇപ്പോൾ കോൾ സെൻറ്റർ ആണ് നടക്കുന്നത്, കോൾ സെൻറ്ററിന് വേറെ ഒരു ഇതും വർക്ക് ആവരുതെന്നുള്ള ബേസ് ചെയ്ത് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പോളിസി ചെയ്യുക. ഇപ്പോൾ ഒരു 2-3 ഡിഫറെൻറ്റ് പോളിസി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിൽറ്റർ പോളിസിയിൽ അത് ആഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ഗേറ്റ്വേ ആൻറ്റിവൈറസിൽ എന്ന് പറഞ്ഞാൽ HTTPS, പിന്നെ അതുപോലെ തന്നെ FTP, IMAP, SMTP, POP3 ഇതെല്ലാം വന്ന്, പിന്നെ CFS പോളിസീസ് ബേസ് ചെയ്തുള്ള TCP സ്ട്രീമിങ് ഇതെല്ലാം ബേസ് ചെയ്താണ് ബ്ലോക്കിങ്ങിന് വേണ്ടിയാണ് ഗേറ്റ്വേ ആൻറ്റിവൈറസ് നമ്മൾ എനേബിൾ ചെയ്തിട്ട്. ഈച്ച് ആൻഡ് എവറി ഹിറ്റ് വന്ന് HTTP ആയിരുന്നാലും പിന്നെ അത് FTP എന്ന ടെൽനെറ്റിന് ഏത് തരത്തിലുള്ള ഹിറ്റ് വന്നാൽ കൂടെ തന്നെ അത് ഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് അലോ ചെയ്യണോ വേണ്ടതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഉള്ളിൽ അലോ ചെയ്ത്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഗേറ്റ്വേ ആൻറ്റിവൈറസ് സ്റ്റാറ്റസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈച്ച് ആൻഡ് എവറി വീക്ക് ഓർ എവറി ടൈം ഞങ്ങളതിൻ്റെ അപ് ടു ഡേറ്റ് ആ ഒരു വൈറസിൻ്റെയോ ഇല്ലെങ്കിൽ നമ്മുടെ ഗേറ്റ്വേ ആൻറ്റിവൈറസ് പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അപ് ടു ഡേറ്റുള്ള ടൈമിങ്ങിൽ അതൊന്ന് ഡൗൺലോഡ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് നോക്കുമ്പോൾ അതിൽ കാണിക്കുക ഇന്നലത്തെ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഡേറ്റ് വരെയുള്ള അപ്ഡേഷൻസ് അതിൽ കാണത്തില്ല. പുതിയ പാച്ചസ് കാണും. പുതിയ പാച്ചസ് എല്ലാം അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ വൈറസ് എല്ലാം വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിന് ഓൾറെഡി ഇതിൻ്റെ പാച്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ബാൻഡ്വിഡ്ത്ത്, പിന്നെ സർവീസ് ഒബ്ജക്ട്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്രസ് ഒബ്ജക്റ്റ് ആയാലും കൊണ്ട് തന്നെ നോർമൽ തിങ് നമ്മൾ മേളിലെ നെറ്റ്വർക്കിൽ കാണുന്ന അഡ്രസ് ഒബ്ജക്റ്റിൻ്റെ ക്രിയേഷൻസ് സെയിം തന്നെ അത് അഡ്രസ് ഒബ്ജക്റ്റിന് ഫയർവാൾ ആയാലും കൂടെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഓരോരോ ഒബ്ജക്റ്റ് ബേസ് ചെയ്തായിരിക്കും അതിനെ ആഡ് ചെയ്യാനുള്ളത്. ഇത് ബാൻഡ്വിഡ്ത്ത് വരുമ്പോൾ തന്നെ ഒരാൾ എത്ര MBPS യൂസ് ചെയ്യണം, എത്ര മുതൽ എത്ര വരെ യൂസ് ചെയ്യാവും, എത്ര മുതൽ എത്ര വരെ യൂസ് ചെയ്യാവും, അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള കൊടുക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു ലൊക്കേഷനിലാണ് ബാൻഡ്വിഡ്ത്ത് ഒബ്ജക്റ്റ്. അതൊരു സിമ്പിളായിട്ട് നോർമലായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡീഫോൾട്ട് നമ്മൾ നെയിം എത്ര MBPS ആണ് അത് കൊടുക്കാനുള്ളത്, 10 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ 5, ഫ്രം ടു. ഇപ്പോൾ 2 MBPS മുതൽ 5 MBPS വരെ മാത്രമേ പോകൂ എന്ന് പറഞ്ഞാൽ 5 വരെ വരിക. പിന്നെ അതിൻ്റെ പ്രയോറിറ്റി ഫസ്റ്റ് ഒന്ന് ഇവർക്ക് മാത്രമായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രയോറിറ്റിയിൽ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായും. പിന്നെ കണ്ടൻറ്റ് ഫിൽറ്ററിൻ്റെ തന്നെ ഇതിൽ പറഞ്ഞു. ഈ കണ്ടൻറ്റ് ഫിൽറ്റർ ബേസ് ചെയ്ത് തന്നെ നമ്മൾ നെയിം ബേസ് ചെയ്തും
ഫസ്റ്റ് നെയിം ഏതാണ് നെയിം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഏതെങ്കിലും ഒരു നെയിമായിരിക്കും കൊടുക്കുന്ന ഒരു അക്കൗണ്ട്സിനോ HR അല്ലെങ്കിൽ എൻ്റെ പേര് ഏതെങ്കിലും കൊടുത്തിട്ട് ആ ഹിറ്റ് വരുമ്പോൾ ഈ സോണിൻ്റെ അകത്തുള്ള സോഴ്സ് എന്ന് പറയുമ്പോൾ സെലക്റ്റഡ് സോൺ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സോഴ്സ് ഒന്ന് ഒബ്ജക്ട്സിൻ്റെ ഇത് കാണും, ഗ്രൂപ്പ് കാണും. ഇപ്പോൾ അക്കൗണ്ട്സ് എന്നാണെങ്കിൽ അക്കൗണ്ട്സ് എന്നുള്ള ഗ്രൂപ്പോ ഇല്ലെങ്കിൽ എന്നാൽ വേറെ HR എന്നാണെങ്കിൽ HR എന്നുള്ള ഗ്രൂപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ബേസ് ചെയ്തായിരിക്കും വരുന്നത്. ഈ CFS പോളിസിയിലുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിലെന്തെങ്കിലും പാഴ്ച പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രോബ്ലത്തിലായിരിക്കും വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആക്സസ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി കൊടുത്തില്ല എന്നുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. ഇത് തന്നെ പോളിസി സെക്ഷൻസ്. ഈ പോളിസി സെക്ഷൻസിൽ തന്നെ ഞാൻ പറയുന്നത് പിന്നെ സോഴ്സ് സോണ്, പിന്നെ ഡെസ്റ്റിനേഷൻ ഏതിലാണ്, പിന്നെ അതുപോലെ ഗ്രൂപ്പ് ആണെന്നെങ്കിൽ ഓള് അത് കൊടുത്തെങ്കിൽ, പിന്നെ ലാൻ ആണെങ്കിൽ ലാൻ ഉള്ളിലുള്ള ലാൻ ആണെങ്കിൽ ലാനിലുള്ളവരിക്കും അതിൽ ആക്സസ് ചെയ്യുന്നത്. പിന്നെ അത് സോൺ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോൺ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ടീം ബേസ് ചെയ്ത് ടീമിൻ്റെ നെയിം അതിൽ കാണിക്കും. പിന്നെ ഇന്ന് ഔട്ട്, പിന്നെ അതേപോലെ CFS, പിന്നെ അതിൻ്റെ പോളിസീസ് ഒന്ന് ഡീഫോൾട്ട് പോളിസീസ് ഉണ്ട്, പിന്നെ അതേപോലെ നെയിം ബേസ് ചെയ്ത പോളിസി. ഇപ്പോൾ ഞാനൊരു പോളിസിയാണ് കണ്ടൻറ്റ് ഫിൽറ്റർ ഒബ്ജക്റ്റ് ബേസ് ചെയ്ത പോളിസിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് അലോ എന്നുള്ളത് ഫോർബിഡൻ ബേസ് ചെയ്തിട്ടുള്ള പോളിസി ചെയ്ത് അലോ ചെയ്തിട്ടുള്ളതെന്ന് ഈ ഒരു വെബ്സൈറ്റിലേക്ക് മാത്രമേ അലോ ചെയ്യാവൂ. ഫോർബിഡനിൽ ഒന്ന് ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് നോട്ട് ഇൻ യൂസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഗൂഗിൾ, യൂട്യൂബ് നിറയെ ഇതൊക്കെ ഗൂഗിൾ, യൂട്യൂബ്, പിന്നെ അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻസ്, പിന്നെ ജോബ്, പിന്നെ വയലൻസ് ബേസ് ചെയ്തുള്ളത്, പിന്നെ ഹാക്കിംഗ് ബേസ് ചെയ്തുള്ളത്, പിന്നെ XXX, അതുപോലെ ഒത്തിരി അൺവാണ്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നെയിം ബേസ് ചെയ്ത് കൊടുക്കണം. ഈ അലോ റൂള്, ഫോർബിഡൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഈ റൂൾ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന അതിനായിരിക്കും നമ്മളിവിടെ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഗ്രൂപ്പിംഗ് ബേസ് ചെയ്യുന്നത്, എല്ലാം ഡൈനാമിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡൈനാമിക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ബ്ലോക്ക് കൊടുത്തിട്ട് സെറ്റ് ഓൾ കൊടുത്ത് ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് ഒരു ബ്ലോക്കാകും. പിന്നെ അവർക്കൊന്നും വർക്കാകത്തില്ല. അപ്പോൾ അവർക്ക് അലോ ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ മാത്രമേ ഇതിൽ വർക്കാകത്തുള്ളൂ. വേറെ ഇതിൽ കാണിക്കുന്ന ഒരു വെബ്സൈറ്റോ ഗവൺമെൻറ് ബേസ് ചെയ്തുള്ള അവർ ഏത് വെബ്സൈറ്റിൻ്റെ അത് പോയാലും കൂടെ തന്നെ അതിലൊന്ന് അലോ ചെയ്യത്തില്ല, ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തേക്കും, പക്ക ബ്ലോക്ക്. ഇതാണ് കണ്ടൻറ്റ് ഫിൽറ്റർ ഒബ്ജക്റ്റ് ബേസ് ചെയ്ത്. അതിൽ തന്നെ നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. അഡ്വാൻസ് ആയിരുന്ന കൂടെ HTTP ബേസ് ചെയ്ത് കണ്ടൻറ്റ് ഫിൽറ്റർ ബ്ലോക്കിംഗ് അത് എനേബിൾ ചെയ്തേക്കണം. പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ ഒന്ന് സേഫ് സെർച്ച്, ഗൂഗിൾ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അതിലൊന്ന് ആഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അവിടെ ബ്ലോക്ക് ചെയ്യും. എത്രത്തോളം അവർ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്യുന്നത് അത്രത്തോളം ഹിറ്റ് നമ്മുടെ ഫയർവാളിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കും. കാര്യം എല്ലാം ആഡ് ബ്ലോക്സ് ഇതെല്ലാം ഒന്ന് ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് ഇതെല്ലാം ബ്ലോക്കെല്ലാം ഒന്ന് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ ഹിറ്റാവുന്ന തന്നെ എല്ലാത്തിനും ബ്ലോക്ക് ചെയ്യും. ഈ ബ്ലോക്ക് ചെയ്യുന്ന എല്ലാത്തിൻ്റെ അക്കൗണ്ട് നമുക്ക് ഡാഷ്ബോർഡിൽ കാണിക്കും. ഇതാണ് ബ്ലോക്കിംഗ് സെക്ഷൻസ്. ഈ കണ്ടൻറ്റ് ഫിൽറ്റർ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മാക്സിമം ഒന്ന് ഈ യൂസർ ബേസ് ചെയ്തുള്ള രീതിയിലെല്ലാം ബ്ലോക്ക് ചെയ്യാം. അവർക്ക് ഓരോ ഗ്രൂപ്പിലിരിക്കുന്ന യൂസേഴ്സ് ഒന്നും ഇത് മാത്രമേ യൂസ് ചെയ്യാവൂ, ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നല്ല ബേസ് ചെയ്ത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഈസി ഇതാണ്. പിന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഒബ്ജക്റ്റ് വന്ന് എത്ര MBPS ആണ് കൊടുക്കുന്നത് അത് ഓൾറെഡി ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഇതാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് ഈ സെക്യൂരിറ്റി റൂൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയാൽ കൂടെ തന്നെ ഈ സെക്യൂരിറ്റി റൂൾസ് എന്ന് പറയുന്നതിന് ഡയറക്റ്റായിട്ട് ഈ കണ്ടൻറ്റ് ഫിൽറ്റർ പോളിസി ബേസ് ചെയ്തും കണ്ടൻറ്റ് ഫിൽറ്റർ ഒബ്ജക്റ്റ് ബേസ് ചെയ്ത് മാത്രമേ ഇതിപ്പോഴുള്ള എല്ലാ ഫയർവാളും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനതൊന്ന് ഞാൻ നിങ്ങൾക്കത് കാണിക്കാം. ഇതൊന്ന് സെക്യൂരിറ്റി ബേസ് ചെയ്തുള്ളതായിരുന്നു കൂടെ. സെക്യൂരിറ്റി ബേസ് ചെയ്ത് തന്നെ അത് ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നാറ്റിങ് ചെയ്യുന്നുണ്ട്. നാറ്റിങ് ചെയ്യുമ്പോൾ തന്നെ നാറ്റിങ്ങിൻ്റെ ഇത് എങ്ങനെയാണ് വരുന്നത്, അതും ഒരു ഗ്രൂപ്പ് ബേസ് ചെയ്താണ് വരുന്നത്. ഒരു ഫയർവാളിൻ്റെ ഇത് ചെയ്യുമ്പോഴും VPN ചെയ്യുമ്പോഴും അതും ഒരു ഗ്രൂപ്പ് ബേസ് ചെയ്താണ് വരുന്നത്. എല്ലാം വന്ന് ഡൈനാമിക് ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മുടെ ഓരോന്നിനും ഓരോ
ആർക്കിടെക്ട് ബേസ് ചെയ്ത് ഇപ്പോൾ എല്ലാം നമ്മളൊന്ന് IP ബേസ് ചെയ്തോ ഇല്ലെങ്കിൽ ഗ്രൂപ്പ് ബേസ് ചെയ്തോ ഒരു ഗ്രൂപ്പിൻ്റെ നെറ്റ്വർക്ക് ബേസ് ചെയ്തോ ഇല്ലെങ്കിൽ ഫിൽറ്റർ നെയിം ബേസ് ചെയ്തോ ആയിരിക്കും ഇതിൻ്റെ എല്ലാ പ്രോസസ്സും വർക്കാവുന്നത്. നിങ്ങളതിലൊന്ന് സെക്യൂരിറ്റി പോളിസി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കാണിക്കുന്നതും നിങ്ങൾ 2 ഓപ്ഷൻ കാണിക്കും. ഒന്ന് പോളിസി ബേസ് ചെയ്ത് കണ്ടൻറ് ഫിൽറ്റർ ഒബ്ജക്റ്റ് ബേസ് ചെയ്തോ അല്ലെങ്കിൽ കണ്ടൻറ് ഫിൽറ്റർ പോളിസി ബേസ് ചെയ്തോ ആയിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ താഴെ നിന്ന് നമ്മൾ കോൺഫിഗർ കൊടുത്താൽ തന്നെ അത് മേളിലുള്ളതിനെ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മേളിലുള്ള കണ്ടൻറ് ഫിൽറ്ററും കണ്ടൻറ് ഫിൽറ്റർ പോളിസീസും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി പോളിസിയുടെ അവിടെ ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഈ സെക്യൂരിറ്റി സർവീസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ്റെ അകത്ത് വരുന്നത് കണ്ടൻറ് ഫിൽറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. കണ്ടൻറ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമുക്ക് അതിൽ ഒരു IP കൊടുത്ത് ഈ IP ഫുള്ളായിട്ട് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കണം. അത് ഇതിന് തൊട്ട് മുമ്പേ ഉള്ളത് ആ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ കണ്ടൻറ് ഫിൽറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ആദ്യമേ പറയും നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തേക്കുന്ന ഫയർവാളിൻ്റെ അകത്തുള്ള ഒബ്ജക്ട്സ് ബേസ് ചെയ്തോ ഫിൽറ്റർ ഓപ്ഷൻ ബേസ് ചെയ്തോ മാത്രമായിരിക്കും കണ്ടൻറ് ഫിൽറ്റർ വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഫയർവാളും ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ആപ്പ് ഫോളോസ് ഞാൻ ആപ്പ് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ലാസ്റ്റ് വരുന്ന സെക്ഷൻ അത് ലോഗ്സ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈച്ച് ആൻഡ് എവറി ലോഗ് വന്ന് നമ്മൾ ചെക്ക് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യണം. അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ ഫയർവാളിൻ്റെ ഹിറ്റ് ബേസ് ചെയ്തുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള IPs എല്ലാം നോട്ടീസ് ചെയ്യുക. ആ സമയത്ത് എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ളത് ആ പ്രൊട്ടക്റ്റ് എല്ലാം നമ്മുടെ ഫയർവാളിന് കൊടുക്കണം. ഒന്നിൽ കൂടുതൽ ഹിറ്റ് വരുന്നുണ്ടെങ്കിൽ അതുപോലത്തെ IPs കൂടുതലൊന്ന് നിങ്ങളൊന്ന് എൻഫോഴ്സ്മെൻറ്റ് ബേസ് ചെയ്തോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ IPs ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ട്രൈസ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇത് ബേസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യുക. ആൻറ്റിവൈറസിൻ്റെ ഗേറ്റ് വേസ് എല്ലാം ടോട്ടലായിട്ട് 24/7 ബേസ് ചെയ്ത് ഫുള്ളായിട്ട് ഇനേബിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് ഞാൻ കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളതിലെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതുവരെ കാണിച്ചത് നിങ്ങൾക്കൊരു ഡെമോയും ഇപ്പോൾ ഞാനൊന്ന് കാണിക്കുന്നത് ജസ്റ്റ് ലൈവിലുള്ള കൺസെപ്റ്റിലുള്ള ഇതാണ്. സോണിക് വാളൊന്ന് ലോഗിൻ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അതിൻ്റെ പോർട്ട് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് പോർട്ട് 7608 എന്നാണ് അതിൻ്റെ പോർട്ട് വരുന്നത്. ഡീഫോൾട്ട് പോർട്ട് ഞാൻ സ്റ്റാർട്ടിങ് അത് പറയാൻ മറന്നുപോയി. 7608 എന്ന് പറയുന്നതാണ് സോണി ഫയർവാളിൻ്റെ ഡീഫോൾട്ട് പോർട്ട്. ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്ന അപ്പിയറൻസ്. എല്ലാം സെയിമാണ്. അതിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ആ കോൺഫിഗർ ചെയ്യുന്ന ഓപ്ഷൻ്റെ അവിടെ വന്ന് നോൺ കോൺഫിഗർ എന്നും കോൺഫിഗർ എന്നുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് ഇതിനകത്ത് അഡ്മിൻ ആണ് ലോഗിനൊക്കെ വരുന്നത്. സ്മോൾ ലെറ്റർ ആയിരിക്കും. പിന്നെ അതിനകത്ത് കോംപ്ലിക്കേറ്റഡ് പാസ്വേഡും ഇതിൽ തന്നെ SSL VPN ലോഗിൻ എന്നുള്ള ബേസ് ചെയ്ത് ഇതിലേക്ക് താഴെ കാണിച്ചിട്ടുണ്ട്. ഇത് ഔട്ട് സൈഡിൽ നിന്ന് ഇരിക്കുന്നവർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഔട്ട് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇത് ലൈവാണ്. ലൈവിൽ വേറെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് എത്ര MBPS ആണ് ഇതിലുള്ളത് എക്സാമ്പിൾ തന്നെ കണ്ട അതിൽ കാണുമ്പോൾ തന്നെ കണ്ട കോൺഫിഗറേഷൻ എന്നുള്ള കൺസെപ്റ്റ്. ആ മോഡ് നോക്കുക. ആ മോഡിലെ കോൺഫിഗറേഷൻ എന്നുള്ള മോഡ് ഈ ഒരു കോൺഫിഗറേഷൻ മോഡ് അതിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. സേവ് എന്നുള്ള ഓപ്ഷൻ വർക്കാവും. അതിൽ വിസാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈസി മെത്തേഡിൽ ചെയ്യുന്നത്. അതിലൊന്ന് VPN അതേപോലെ തന്നെ പബ്ലിക് IPs പിന്നെ അത് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം ഇതെല്ലാം യൂസ് ആവും. പിന്നെ ഇതെല്ലാം ഇനേബിൾ ആയിരിക്കും. ടോട്ടലായിട്ട് എത്ര ഹിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇത് കറക്റ്റായിട്ട് കാണും. ആരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് 10 റിസ്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് ഫുള്ളായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ തന്നെ അതിൽ തന്നെ കാണിക്കും. പിന്നെ അതിൻ്റെ മൾട്ടി കോർ പിന്നെ അതിന് ആ റിലേറ്റഡ് എല്ലാം കാണിക്കും. ഞാനിത് ലോഗൗട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഫയർവാളിൽ യൂസ് ചെയ്യുന്നവർ സോണി ഫയർവാൾ യൂസ് ചെയ്യുന്നവർക്ക് മാക്സിമം അവർ എല്ലാ ഓപ്ഷൻസും നോക്കുക, ചെക്ക് ചെയ്യുക. അതിനോട് അനുബന്ധിച്ച് തന്നെ കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഫയർവാളിനെ കുറിച്ചുള്ള ഇതെല്ലാം പഠിക്കുക. ഒരു ഫയർവാളിനുള്ള എല്ലാ റൂളും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നാറ്റിംഗ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു ഫയർവാൾ കിട്ടിയ കഴിഞ്ഞാൽ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു പ്രത്യേകിച്ച് ഈ ഒരു ഫയർവാളിൽ മാത്രമേ നമുക്ക് അറിയാവൂ എന്നുള്ള കൺസെപ്റ്റ് വെക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾ ഏത് ഫയർവാളാണ് ചെയ്യുന്നത് ആ ഫയർവാളിൻ്റെ ആർക്കിടെക്റ്റാണ് മാക്സിമം ഉള്ള എല്ലാ ബ്രാഞ്ച് ബേസ് ചെയ്തുള്ള വർക്കും അതുപോലെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫയർവാളിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പിയറൻസിന് മാത്രമേ വ്യത്യാസങ്ങൾ കാണാത്തുള്ളൂ. ടാഗിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ പുതിയ നെയിം ആയിരിക്കും അതിൽ ആഡ് ചെയ്യുന്നത്. എന്നാൽ കൂടെ തന്നെ എല്ലാത്തിൻ്റെ പ്രോസസ്സ് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ഒരേ ഇതായിരിക്കും. നാറ്റിങ് എഴുതുന്ന സോഴ്സ് ഡെസ്റ്റിനേഷന് അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ബേസ് ചെയ്തുള്ളതും പിന്നെ അതിൻ്റെ സർവീസസ് എല്ലാം ആസ് യൂഷ്വൽ എല്ലാത്തിനും ഒരേ പ്രോട്ടോക്കോളാണ്. അതിന് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫയർവാൾ ഏതാണോ അത് കൃത്യമായും അതുപോലെ തന്നെ അതിന് നല്ല ട്രസ്റ്റഡ് ആയിട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. എപ്പോഴും റിയൽ ടൈമിൽ ലൈവിൽ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നമ്മുടെ ഒരു പി സിക്ക് മാത്രമേ ആക്സസ് കൊടുക്കാവൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് എൻഡ് യൂസറിന് എന്താണ് ആവശ്യമുള്ളത് അത് ബേസ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫയർവാളിലുള്ള അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പഠിക്കുക, ഒത്തിരി പ്രാവശ്യം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഏത് ഫയർവാളായിരുന്നാലും ഇപ്പോൾ നിങ്ങളൊന്ന് പാലോ ആൾട്ടോ അല്ലെങ്കിൽ അതിന് ഫോർട്ടിനെറ്റ്, ചെക്ക് പോയിൻ്റ്, സിസ്കോ ഫയർവാളായിരുന്നാലും സോണി ഫയർവാളായിരുന്നാൽ കൂടെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിവോട്ട് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് URL ഞാൻ അതിൽ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഫുൾ ടൈം വന്ന് DSP എന്നുള്ളതിന് ഡയലർ സർവീസ് പ്രൊവൈഡർ എന്നുള്ള ബേസ് ചെയ്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡയലർ റിലേറ്റഡ് ആയിരുന്നാലും ഫയർവാൾ റിലേറ്റഡ് ആയിരുന്നു, പിന്നെ NAS, പിന്നെ ആമസോൺ AWS, പിന്നെ VM റിലേറ്റഡ് ആയിരുന്നു. കൂടെ തന്നെ ഏത് ടെക്നോളജിയിലും സോഫ്റ്റ്വെയർ ബേസ് ചെയ്തല്ല പറയുന്നത്, PHPയോ ജാവ റിലേറ്റഡ് അല്ല, അത് ഈ ഹാർഡ്വെയർ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ്, മെയിൻ ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്ത് റിലേറ്റഡ് എന്ത് ഇഷ്യൂ ആയിരുന്നാലും എന്ത് സപ്പോർട്ടായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ റിവോട്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ എങ്ങനെയാണ് MPLS മെയിനായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇപ്പോൾ എല്ലായിടത്തും MPLS ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ MPLS എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, QoS എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ആ റിലേറ്റഡ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ സോണി ഫയർവാളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇനി ഒരു 2 വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ 2 വീഡിയോ ടോട്ടൽ 3 വീഡിയോ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് മെയിൻ. നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ ഇത് ഞാൻ ഒത്തിരി ചെയ്ത് ബോറിങ് ആക്കുന്നില്ല. വെറും 3 വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് ഒതുക്കുന്നത്. പക്ഷേ ഈ 3 വീഡിയോയ്ക്കകത്ത് തന്നെ എല്ലാ കൺസെപ്റ്റും ഇതിൻ്റെ അകത്ത് തന്നെ കാണും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്ത് ചെയ്യണമെന്ന് നമ്മൾ ബാക്കപ്പ് എടുക്കുക. ബാക്കപ്പ് എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. കാരണം ഒത്തിരി ഇഷ്യൂസ് റിയൽ ടൈമിൽ ചെയ്യുമ്പോൾ വിത്തൗട്ട് ബാക്കപ്പ് നിങ്ങളൊന്നും അതിന് ഡിസ്റ്റർബ് ചെയ്യരുത്. ബാക്കപ്പ് എടുത്തിട്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അതിനൊരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളെ കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്. നമ്മൾ ചെക്ക് ചെയ്ത് നമുക്കൊരു ഒരു ലോജിക്കാണ് ഇതെല്ലാം. ഇതെങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ സോഴ്സാണ്, ഞാൻ ഇവിടെയാണ് പോവേണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്ന എൻഡ് യൂസറിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് പാത്തായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എനിക്ക് X1 പാത്താണോ X0 പാത്ത് വഴിയാണോ പോകേണ്ടതെന്ന് ആദ്യം അത് പോയിൻ്റ് ചെയ്യുക. സെക്കൻഡ് ഏത് സർവീസ് വഴിയാണ് ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ അത് പോയിൻ്റ് ചെയ്യുക. ഇതാണ്, അതൊക്കെ എല്ലാത്തിനും ഒരു അൽഗോരിതം ബേസ് ചെയ്തുള്ള ഒരു പാത്താണ്. അപ്പോൾ അതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അതൊക്കെ ഒരു ഐഡിയ ബേസ് ചെയ്ത് നമ്മളൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫയർവാളായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് DSPയിൽ നിന്ന് ജോഷി.